ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ദൈവത്തിൻ്റെ ശോഭയെ നാം ഇരുന്ന് വർദ്ധിപ്പിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാകയാൽ സ്തുതി ഒട്ടും കുറയാതിരിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം ജീവനും അപ്പം നിങ്ങൾക്ക് ആ വാക്യം അറിയാം. എന്താണ് ജീവൻ, എന്താണ് ചൈതന്യം? എന്താണ് ജീവൻ, എന്താണ് ചൈതന്യം? 3 പ്രാവശ്യം ദൈവത്തിൻ്റെ പ്രത്യക്ഷത നേരിട്ട് കണ്ട ഒരു ധന്യനായ മനുഷ്യൻ. അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ നീ വലിയവനാകുമെന്നും ജ്യേഷ്ഠൻ നിന്നെ സേവിക്കുമെന്നും ദൂത് കേട്ട മനുഷ്യൻ. ഒറ്റപ്പെട്ട് ഓടുമ്പോൾ സ്വർഗം തുറന്ന് വാഗ്ദത്തങ്ങൾ നൽകിയ മനുഷ്യൻ. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടു. 2 ഭാര്യമാര്, 2 ദാസിമാര്, 13 മക്കള്, 2 കൂട്ടം ആടുമാടുകള് എന്ന് വേണ്ട ബഹുസമ്പന്നനായി താൻ തീർന്നു. എന്നാൽ ഒരു ദിവസം തികച്ചും അപ്രതീക്ഷിതമായി താൻ ഏറ്റവും സ്നേഹിച്ചിരുന്ന മകൻ, അപ്പൻ അധികം സ്നേഹിച്ചിരുന്ന മകൻ ഏതോ ഒരു ദുഷ്ടമൃഗത്താൽ കടിച്ചു കീറി കൊല്ലപ്പെട്ടു. ചോര പിടിച്ച് അവനൊരു വസ്ത്രം മാത്രം ഈ അപ്പൻ്റെ കൈ കിട്ടി. അന്ന് മുതൽ കരച്ചിൽ ആരംഭിച്ചു. മുൻപോട്ടുള്ള യാത്രയിൽ തൻ്റെ ഏക മകൾ ശേഖേമ്യരുടെ കയ്യിൽ അകപ്പെട്ട് അപമാനിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു. ആ അരിശത്തിൽ 2 മക്കൾ രൂബേനും ശിമയോനും, ലേവിയും ശിമയോനും അവര് ഉഗ്രകോപത്തോടെ ഇടപെട്ടു. അതൊരു വലിയ കൊലക്കേസിൽ ചെന്ന് അവസാനിച്ചു. മകൻ കടിച്ചു കീറി കൊല്ലപ്പെട്ടു, മകൾ അപമാനിക്കപ്പെട്ടു, 2 മക്കൾ കൊലക്കേസിൽ പ്രതിയായി. അങ്ങനെ ഇരിക്കെ വലിയ ക്ഷാമമുണ്ടാകും. ക്ഷാമത്തിൽ അരിമേടിക്കാൻ പോയ മകൻ മിസ്രൈമിലെ ജയിലിൽ അടയ്ക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. തുടർമാനമുണ്ടാകുന്ന ഈ ഭവനത്തിലെ പ്രത്യാഘാതങ്ങൾ തുടർച്ചയായി കിട്ടിയ 20 വർഷത്തെ അനുഗ്രഹങ്ങളുടെ എല്ലാം മുകളിൽ വലിയ കരുനിഴൽ വീഴ്ത്തി. താനാകെ ദുഃഖിതനായിട്ട് 20 വർഷത്തിലധികം കരയുകയാണ്. ഇപ്പൊ തൻ്റെ ഏക ആഗ്രഹം ചാകണം. എന്തോ ചെയ്യണം പറഞ്ഞ് ചാകണം, മരിച്ചാ മതി. ഇപ്പൊ നാക്കെടുത്താ പറയുന്നത്, യോസഫ് എനിക്ക് നഷ്ടപ്പെട്ടു, ശിമിയോൻ എനിക്ക് നഷ്ടപ്പെട്ടു, ബെന്യാമീൻ നഷ്ടപ്പെടാൻ പോകുന്നു, മറ്റു 2 കുഞ്ഞുങ്ങൾ കൊലക്കേസിൽ പ്രതിയായി, എൻ്റെ പെങ്കൊച്ച് അപമാനിക്കപ്പെട്ടു, ഞാൻ ഇനി ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. എൻ്റെ നരയെ ഞാനിങ്ങനെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് അയക്കും. ഇപ്പൊ പുള്ളി സ്വപ്നം കാണുന്നതെല്ലാം പാതാളമാണ്. അതുകൊണ്ട് ആ പാസ്റ്റർ ഇടയ്ക്ക് ഉറങ്ങല്ലെന്ന് പറഞ്ഞു. ഹലോ, യോഗത്തിനിടയ്ക്കിരുന്ന് കണ്ണടച്ച് ആ സ്വപ്നം കാണുന്നത് ചിലപ്പോൾ പാതാളമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൂടെ വരണേ. ഈ മനുഷ്യന്റെ ചൈതന്യം മുഴുവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രഥം വരുന്നു. കടിച്ചു കീറി കൊല്ലപ്പെട്ട മകൻ ജീവിച്ചിരിക്കുന്നുവെന്ന അറിവ് തനിക്ക് ലഭിക്കുന്നു. രഥം കണ്ടപ്പോൾ ആ മനുഷ്യന് ചൈതന്യമുണ്ടായി. എന്തുകൊണ്ടായി? ആർക്ക്? പാതാളത്തിലേക്ക് പോകാൻ കാല് നീട്ടിയിരിക്കുന്ന മനുഷ്യന്, ചത്താ മതി എന്ന് പറഞ്ഞിരിക്കുന്ന മനുഷ്യന്, എൻ്റെ ചിന്ത പൈസ കയ്യിലുള്ളത് കൊണ്ട് സെല്ലുലാർ പണിത് ഇട്ട് കാണും സ്വന്തം ചെലവിൽ. പിള്ളേരെ വിഷമിപ്പിക്കുകയായിരിക്കും, പെട്ടിയുടെ പൈസ ഏൽപ്പിച്ച് കാണും. ഇങ്ങനെയൊക്കെ പുള്ളി ഇരിക്കുക. അന്നേരമാണ് എന്തോ കണ്ടേ? രഥം കണ്ട്. താൻ രഥത്തെ കയറി അങ്ങ് ഈജിപ്തിൽ ചെന്നു.
ഫാമിലി വിസ ആയിരുന്നു. എന്തുവായിരുന്നു? 70 പേർക്ക് ഒന്നിച്ചുള്ള വിസ. സ്തോത്രം. ഒരു വിസ കിട്ടുന്ന പങ്കപ്പാട് നമുക്കറിയാം. ഇതൊരു ഫാമിലിക്ക് മൊത്തം വിസ. റോയൽ വണ്ടിയെ കയറി ഇവരെല്ലാം കൂടെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോകുന്നത് പോലെ ഈജിപ്തിൽ ചെന്നു. പ്രധാനമന്ത്രിയുടെ അപ്പൻ വന്നിരിക്കുന്നു എന്ന അറിവ് കിട്ടിയ ഫറവോൻ യാക്കോബിനെ കാണാൻ ഇറങ്ങി വന്നു. ഒരു ഹല്ലേലൂയ പറയണം. ദൈവിക ദർശനം പ്രാപിച്ചവൻ ആരെയും കാണാൻ അങ്ങോട്ട് കയറി ചെല്ലണ്ട, അവനിങ്ങോട്ട് ഇറങ്ങി വന്നോളൂ. പിന്നെ ഹല്ലേലൂയ, വലിയ പദവിയുടെ ഉത്തംഗ ശൃംഗത്തിലിരിക്കുന്ന ഫറവോൻ എന്ന ഈജിപ്ഷ്യൻ ഭരണാധികാരി ആടിനെ മേയ്ക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ ഇറങ്ങി വന്നെന്ന്. ഈ മനുഷ്യന്റെ ക്വാളിഫിക്കേഷൻ ആടിനെ തീറ്റാൻ അറിയാൻ പുള്ളിക്ക്. ഹല്ലേലൂയ. ആടിനെ തീറ്റാൻ അറിയാവുന്നവനെ കാണാൻ ആരിറങ്ങി വരികയാണ്? ഈജിപ്ഷ്യൻ സാമ്രാജ്യ അധിപൻ. ജോസഫിന്റെ പ്രായമൊക്കെ കണക്കാക്കി അവന്റെ അപ്പന്റെ പ്രായം ഏകദേശം മനസ്സിലൊരു ഭാവമൊക്കെ വെച്ചോണ്ടാണ് ഫറവോൻ ഇറങ്ങി വന്ന് യാക്കോബിന്റെ മുഖം കണ്ടപ്പോൾ പുള്ളി ആകെ അന്താളിച്ചു. കാരണം മുഖത്തൊരു സൂര്യശോഭ. നമ്മളിരിക്കുന്ന പോലെ ആരും അവിടെ ഇല്ലെന്നേരം മിണ്ടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മുഖത്തൊരു ശോഭ. കാരണം 3 പ്രാവശ്യം ഡയറക്റ്റ് ആ തേജസ് മുഖത്ത് അടിച്ചതാണ്. 20 വർഷം കരഞ്ഞിട്ടും ആ തേജസ് പോയില്ല. എന്റെ കൂടെ വരണം. 20 വർഷം ചങ്ക് പൊട്ടി കരഞ്ഞിട്ട് ആ മുഖത്തെ തേജസ് പോയില്ല. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ലോകത്തിന്റെ ഒരു പ്രശ്നവും ലോകത്തിന്റെ ഒരു പ്രശ്നവും ദൈവിക ദർശനം പ്രാപിച്ചവന്റെ മുഖത്തെ ഗ്ലോറിനെസിനെ കളയത്തില്ല. പക്ഷെ ഈ നരച്ച താടിക്കടയിൽ കൂടെ 20 വർഷം കണ്ണീരൊഴുകിയ പാടുണ്ട്. ചെറിയ കണ്ണീരല്ല. സ്നേഹിച്ച ചെറുക്കൻ മരിച്ചു, 2 പിള്ളേര് പ്രതികളായി, പെങ്കൊച്ച് അപമാനിക്കപ്പെട്ടു, ശിമിയോൻ ജയിലിലായി, അരിമേടിക്കാൻ പോയതാ. ഹലോ, കരഞ്ഞ് ഇപ്പൊ ലൈനായിട്ട് പാടായി. ആ കണ്ണിന്റെ ഭാവമൊക്കെ കറുത്ത് കിടക്കായിരിക്കും, പക്ഷെ മുഖത്ത് ഭയങ്കര പറഞ്ഞേ. അപ്പൊ ഇത് കണ്ടപ്പോൾ ഈ ഫറവോൻ ചോദിച്ചു, അപ്പച്ച വയസ്സെത്രായി? ഹലോ, പ്രൈസ് ദി ലോർഡ്. വന്ന ഉടനെ കണ്ടപ്പോ ചോദിച്ച ചോദ്യം എന്താണ്? വയസ്സെത്രായി? ഉടനെ ഈ അപ്പച്ചൻ പറയാണ്, എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം ഇപ്പോൾ 130 സംവത്സരമായി. നമ്മളാണ് എന്നാ പറഞ്ഞത്? 12:5:59 എന്ന് പറഞ്ഞത്. ഒറ്റ ബാക്കി പരിപാടി. എൻ്റെ കൂടെ ഉണ്ടെല്ലാവരും. നമ്മൾ വയസ്സെത്ര ചോദിച്ചാൽ എന്നാ പറയും? ഒന്നിൽ 65 വയസ്സ്, അല്ലെ 12:5:59 ഡേറ്റ് ഓഫ് ബർത്ത്. ഹലോ, പക്ഷെ യാക്കോബ് പറഞ്ഞ പ്രായം കേട്ടോ? എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം ഇപ്പോൾ 130 സംവത്സരമായി. അത് ഭയങ്കര കഷ്ടവും പ്രയാസവും ഒക്കെ ഉള്ളത് ആയിരുന്നു. എങ്കിലും എന്റെ പിതാക്കന്മാരോളമായിട്ടില്ല എന്ന് പറഞ്ഞ ഞാൻ ഇനിയും ജീവിക്കുമെന്നല്ലേ പറഞ്ഞേ? ഓ, ഹല്ലേലൂയ. വിജിപ്പാസ കഴിഞ്ഞ ആഴ്ച പുള്ളി പറഞ്ഞ് എനിക്ക് പാതാളത്തിലോട്ട് പോയാൽ മതിയെന്ന്. ഇനി ഞാൻ ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നും. മൊത്തം പ്രശ്നമല്ലേ? ഏത് കാര്യത്തിലും ഒന്ന് ആശ്വസിപ്പിക്കുന്നേ? മൊത്തം പ്രശ്ന. 2 ആഴ്ച മുമ്പേ പിള്ളേര് ഫോറിൻ അരി കൊണ്ടുവന്നു. നമ്മുടെ കൂട്ട് നാടൻ അരിയല്ല, ഫോറിൻ അരി. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. 10 പേരും കൂടെ പോയി കൊണ്ടുവന്ന് എന്തുവാ? ഫോറിൻ അരി. വന്ന് അരി എടുക്കാൻ തുറന്നപ്പോൾ അകത്തെന്തോ ഇരിക്കുക, കൊണ്ടുപോയ പൈസ. എന്നേരം അകത്ത് ആദ്യം തുടങ്ങിയതാ. ഇപ്പോൾ ഈജിപ്തിലെ പോലീസ് വരും. ഫോറിൻ അരി ചാക്കിനകത്തിരുന്നാലും കഴിക്കാനൊക്കുന്നില്ല. കാരണം പോലീസ് വരുമെന്നുള്ള ഒന്നും മിണ്ടുന്നില്ല. വീട്ടിലിരിക്കുന്ന മൊത്തം ഫോറിനാന്ന്. പിള്ളേരും ഈജിപ്തിൽ പോയി കൊണ്ടുവന്നല്ലേ, പക്ഷെ തുറന്നപ്പോൾ ചാക്കിനകത്ത് തന്നെ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 2ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ പോലീസ് വന്നു.
അന്ന് വരുമെന്ന് ഓർത്തോളൂ. ഇപ്പൊ പോലീസ് വന്നു. കാരണം പ്രധാനമന്ത്രിയുടെ പാനപാത്രം വരെ ചാക്കിനകത്തുണ്ട്. എല്ലാവരും എന്നോട് ഉണ്ടല്ലോ. അപ്പൊ ഈ മനുഷ്യന് പ്രശ്നത്തിന് മേളിൽ എന്താണ് പ്രശ്ന ഒന്നൊഴിയുമ്പം. പക്ഷെ ഇപ്പോൾ യോസഫിനെ കണ്ടപ്പോൾ പുള്ളിയുടെ മരിക്കാനുള്ള ആഗ്രഹം മാറി, ചൈതന്യം വന്നു. ഇപ്പൊ പറയാണ്, എൻ്റെ അപ്പന് വല്യപ്പന് 175 വയസ്സായിരുന്നു. സ്തോത്രം. എൻ്റെ അപ്പനും അതുപോലെ നല്ല പ്രായമായിരുന്നു. അപ്പൊ ഞാൻ 130 ആയിട്ടുള്ളൂ. ഞാൻ ഒക്കുവാണ് കുറച്ചു കാലം കൂടെ. അതാ ചൈതന്യം, അതാ ചൈതന്യം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചൈതന്യം ഉണ്ടാകണം. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നിരാശ മാറി പ്രത്യാശ വരുന്നവന്റെ ജീവിതത്തിന്റെ വാക്കുകൾ മാറുകയാ. ഈ ഒറ്റ വാക്കിൽ ഈ ചാകാരുന്ന മനുഷ്യന്റെ ആയുസ് പിന്നെ ഒരു 17 വർഷം കൂടെ നീണ്ടു. 147 വയസ്സിലാണ് ആ മനുഷ്യൻ മരിക്കുമ്പോഴും നല്ല സുബോധമാണ്. മൂത്തവനെ തുടങ്ങി ഇളയവനെ വിളിച്ച് ഭാവികാലം സംബന്ധിച്ച് വെളിപ്പാടിൽ അനുഗ്രഹിച്ചു. എന്നിട്ട് ചത്തുപോയെന്ന് പറഞ്ഞ കൊച്ചന്റെ 2 പിള്ളേരെ അടുക്ക വിളിച്ച് അടുത്തും പറഞ്ഞത് കൈ പണച്ചു വെച്ച് അനുഗ്രഹിച്ചു. എല്ലാം കഴിഞ്ഞ് സമാധാനത്തോടെയാണ് ദൈവത്തിന്റെ അടുക്കലോട്ട്. ഇന്ന് രാത്രി 18ാമത്തെ ദിവസം ഉപവസിക്കുന്ന എത്ര പേര് പറയും, ഞാൻ നല്ല സമാധാനത്തോടെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ നല്ല സമാധാനത്തോടെ. ഓ അപ്പം ദൈവവചനം ജീവനും ചൈതന്യവും നൽകണം. ഇറങ്ങി ചെല്ലുമ്പോൾ നാട്ടുകാർ ചോദിക്കണം, മുഖത്ത് തന്നെ ഭയങ്കര ശോഭ. ഉപവാസമാണെന്നൊക്കെ അല്ലേ പറഞ്ഞേ. അത് ഈ 3 ബാറ്ററികൾ ടോർച്ചിടുന്ന ടോർച്ചിനകത്ത് അമ്മാമ്മ ഏത്തയ്ക്ക വല്ലതും കൊണ്ട് തന്നതാണോ? ഹലോ, അതോ താറാവ് മുട്ട 3 പുഴുങ്ങി അതിനകത്ത് കയറ്റി വെച്ച് ബാറ്ററി ആണെന്നും പറഞ്ഞ് കൊണ്ട് തന്നതാണോ? ഈ മുഖത്തെ ശോഭയുടെ കാര്യം എന്നാ? ഹലോ, അതിനെ പറഞ്ഞ കരിച്ചത് ജീവനും ചൈതന്യമുള്ള. പിന്നെ ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മാവിന്റെ ചൈതന്യം, വചനത്തിന്റെ ചൈതന്യം നിന്റെ മുഖത്ത് വെളിപ്പെട്ടാൽ ഹല്ലേലൂയ. ഈ രാത്രി ചൈതന്യത്തോടെ വേണം നമ്മൾ ഇരിക്കാൻ. ഈ 1ാമത്തെ ബെന്തക്കോസ് സഭയിൽ ആള് കൂടിയത് ലോകപ്രശസ്ത സുവിശേഷ പ്രസംഗകനായിരിക്കുന്ന 1ാമത്തെ അപ്പോസ്തലനായിരിക്കുന്ന കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലും ലോകത്തിന് വെളിയിലും പ്രസംഗിച്ച പത്രോസ് പ്രസംഗിച്ചൊന്നുമല്ല. ഹലോ, നമ്മൾ ആവേശം നോക്കുമ്പോൾ പറയും ലോകത്തിന് വെളി വരെ പോയി പ്രസംഗിച്ച ആളാണ്. സ്തോത്രം. പത്രോസ് പ്രസംഗിച്ചുകൊണ്ടാണോ 3000 പേര് സ്നാനപ്പെട്ടെ? പറ, മാർഗറിയല്ലേ? പത്രോസ് പ്രസംഗിച്ചിട്ടല്ല പാസ്റ്ററെ. ഉയരത്തിൽ നിന്നുള്ള ആത്മാവിന്റെ ശക്തി പ്രാപിച്ച 120 പേരുടെ സംഘം, സഭയല്ല, 120 പേരുടെ സംഘം ആത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വെളിപ്പെട്ട ഒറ്റ ആരാധന മതത്തിന്റെ കോട്ട പൊളിച്ചു. ഏത് മതം? യഹൂദ മതം. യഹൂദ മതത്തിന്റെ പൗരോഹിത്യ കോട്ടയെ പൊളിച്ചു. പരീശ മതത്തെ പൊളിച്ചു. നല്ല സ്തോത്രം പറയണം. സദൂക്യ മതത്തെ പൊളിച്ചു. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ന്യായപ്രമാണത്തിന്റെ കോട്ടയെ പൊളിച്ചു. ഓ റബലബ ശബ്ദര ദഗലമന. ഹല്ലേലൂയ. അന്ന് വരെ മക്കളെ എല്ലാം ലോയ. എന്താണ്? എല്ലാം ലോയ. ഇവിടെ വരെ വരാവൂ വിശ്വാസി, ഇവിടെ വരെ വരാവൂ ലേവ്യൻ, അവിടെ വരെ വരാവൂ പുരോഹിതൻ, ഇതിനകത്ത് മഹാപുരോഹിതൻ മാത്രമേ കയറാവൂ. എല്ലാം ലോയ, എല്ലാം ലോയ. ലോ തെറ്റിച്ചാൽ ആള് ശിക്ഷ മേടിക്കും. അതേത് മിടുക്കനായാലും കല്ലെറിഞ്ഞവനെ പ്രിസലോ.
പക്ഷെ ആത്മാവ് ഇറങ്ങിയപ്പോൾ ലോ പൊളിഞ്ഞു. ആത്മാവ് ഇറങ്ങിയപ്പോൾ ലോ പൊളിഞ്ഞു. ഇന്ന് രാത്രിയിൽ ആത്മാവ് അകത്തിറങ്ങിയാൽ നിന്നെ അതിരുവെച്ച് നിന്റെ ആത്മീക ആരാധനയ്ക്ക് അതിരുവെച്ച്, നിന്റെ ശുശ്രൂഷയ്ക്ക് അതിരുവെച്ച് നിന്നെ വിലക്കിയ ചില പോരുകളെ ഈ രാത്രി ദൈവം അഴിക്കുകയോ. ശ്രദ്ധിച്ചേ, കൂട് പൊട്ടി വരുന്ന പോലെ ഈ കാട്ടുപ്രാക്കളൊക്കെ പറന്നു വരുന്ന പോലെ ഒരു ജനസമൂഹം ഓടി വന്നു. അവർ ഓടി വന്ന പ്രസംഗം കേട്ടല്ല, എന്തോ കേട്ടാ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള ആരാധന കേട്ടു. ആരാധന ബഹുദൂരത്തോളം എത്തിയിടത്തോളം ഏറിയായിലെ പിശാചിന്റെ കോട്ട പൊളിച്ചു. ആരാധനയുടെ റേഞ്ച് ഉയരുന്നത് വരെയുള്ള എല്ലാ പൈശാചിക കോട്ടകളെ ദൈവം പൊളിച്ചു. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. കയ്യപ്പാവും കന്നാവും എല്ലാം ചേർന്ന് തടയാൻ നോക്കിയാലും ജനം ഒഴുകി. ഓടി വന്നപ്പോൾ അവരുടെ ഭാഷയിൽ ഇവർ സംസാരിക്കുന്നു. ആരുടെ ഭാഷയിൽ? ഈ വന്നവരുടെ ഭാഷയിൽ. പല രാജ്യത്തു നിന്നാണ് യഹൂദന്മാർ വന്നേക്കുന്നത്. അവരുടെ എല്ലാം ഭാഷയിൽ ആര് സംസാരിക്കുന്നു? പക്ഷെ ഈ പറയുന്ന പോലെ ഗലീലക്കാരാ. ആരാണ്? യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്തവർ. സ്തോത്രം. കാബൂൾ ദേശമെന്ന് പേരിട്ട് പോയ സ്ഥലം, ഇരുണ്ട ദേശമെന്നും ഡാർക്ക്നെസ് ആയ സ്ഥലമെന്നും മരണത്തിന്റെ താഴ്വരയെന്നും എന്നൊക്കെ പറഞ്ഞ് പേരിട്ട് പോയ സ്ഥലം. അവിടെ ജീവിക്കുന്നവർക്ക് നല്ല സ്കൂളില്ല, കോളേജില്ല, വിദ്യാഭ്യാസമില്ല. ഞങ്ങളുടെയൊക്കെ നാട് പോലെ കോളേജ് വരണേ കൊച്ചി വരണം. നിങ്ങളൊക്കെ വലിയ ഭാഗ്യമുള്ളവരാ. ഇപ്പൊ ഗലീലക്കാര് ന്യായമായി പറഞ്ഞാൽ വലിയ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ല. പക്ഷെ അവര് ഓരോ രാജ്യക്കാരുടെ ഭാഷയിൽ സംസാരിക്കുന്നവർ ദൈവത്തിന്റെ വൻകാര്യങ്ങൾ പറയും. എന്താണ്? എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര സന്തോഷം. ഇങ്ങോട്ട് നോക്കിയേ, എല്ലാവരുടെയും മുഖത്ത് ആരുടെ? ആത്മാവിന്റെ ഭാഷ പറഞ്ഞവരുടെ മുഖത്ത് ഭയങ്കര. നോക്കി അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് വല്ല സന്തോഷമുണ്ടോ? അപ്പൊ അവര് ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഈ സന്തോഷം ഞങ്ങൾക്കൂടെ കിട്ടാൻ ഞങ്ങൾ എന്തോ ചെയ്യണം? മറുപടി പറയാൻ 11 പാസ്റ്റർമാർ ഒന്നിച്ചെഴുന്നേറ്റു. ഇവിടെ ബിജു പാസ്റ്റർ എഴുന്നേറ്റിരുന്നാലേ പി സി ചെറിയാൻ എഴുന്നേക്കത്തുള്ളൂ, അങ്ങനല്ലേ? ഇനി ഞാനിരുന്നാലേ പാസ്റ്റർ വീണ്ടും എന്ത് ചെയ്യത്തുള്ളൂ? എഴുന്നേക്കത്തുള്ളൂ. പക്ഷെ ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറയാൻ 11 പേര് ഒന്നിച്ചെഴുന്നേറ്റ്. അങ്ങനെ എഴുതിയേക്കുന്നത് 11 പേരോടുകൂടെ. അപ്പൊ അങ്ങനെയാണ് ചോദ്യത്തിന് ഉത്തരം പറയാൻ 12 പേരും റെഡിയാ. അതിൽ ഒരാളെ ഇന്നലെ സെലക്ട് ചെയ്ത ഒരാള് ന്യൂ പാസ്റ്റർ. ഇന്നലെ ചീട്ടിട്ട് പുള്ള മണ്ടയ്ക്ക് ചീട്ട് വീണതാ. ഒരു പ്രതീക്ഷയില്ലാതെ യോഗത്തിന് വന്ന അവന്റെ മണ്ടയ്ക്ക് ചീട്ട് വീണു. ഇന്ന് രാത്രി ചുമ്മാ കയറി വന്നു അവന്റെ മേൽ. ഓ ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആരാധിക്കണം. ഹല്ലേലൂയ. ഓ ചുടപരമനബസ്. വെറുതെ കയറി വന്നവന്റെ മണ്ടയ്ക്ക് ചീട്ട് വീണു. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചിരുന്നോണം. ആശീർവാദം പറയും മുമ്പേ നിന്റെ മേൽ ചീട്ട് വീഴും. ചിലപ്പോൾ അടുത്തൊരു നിയോഗത്തിന്റെ ചീട്ട്, അടുത്തൊരു നിയമനത്തിന്റെ ചീട്ട്, അടുത്തൊരു ശുശ്രൂഷയുടെ ചീട്ട് ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. അടുത്തൊരു നിയോഗത്തിന്റെ ചീട്ട്. പന്ത്രണ്ട് പേര് നിന്നു. ഒരാള് സംസാരിച്ചു. പ്രസംഗിച്ചതല്ല, ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതാ. ഹലോ, അല്ലാതെ പ്രസംഗക്കുറിപ്പൊക്കെ തയ്യാറാക്കി ലാപ്ടോപ്പിനകത്ത് റെക്കോർഡ് ചെയ്ത് ഓരോ പോയിന്റ് പറയുമ്പോൾ ഇങ്ങനെ വരച്ച് മേളിലോട്ട് കയറ്റി വിട്ട് അങ്ങനെയൊന്നും പറയാൻ വന്നല്ല. സ്തോത്രം. ചോദിച്ചതിന്റെ ഉത്തരം പറഞ്ഞതാ. ഉത്തരം പറഞ്ഞപ്പോൾ
3000 പേര് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. അവിടെ 3000 പേരല്ല വന്നേ, 30,000 പേര് വന്ന് കാണും. ഇസ്രായേലിന്റെ ജനക്കൂട്ടമല്ലേ, ചിലപ്പോൾ 3 ലക്ഷം പേര് വന്ന് കാണും, തെറ്റിദ്ധരിക്കല്ല. പക്ഷെ അതിൽ 3000 പേര് വചനം കേട്ട് അഭിഷേകത്തിന്റെ ശക്തിയിൽ സ്നാനപ്പെട്ടു. അവരുടെ മാത്രം കണക്കെ പുസ്തകത്തിൽ വരൂ, അല്ല യോഗത്തിന് വന്നവരുടെ എല്ലാം വരത്തില്ല. യോഗത്തിന് ആർക്ക് വേണേലും വരാം, വന്നു പോകുന്നവരുടെ എല്ലാം ലിസ്റ്റ് എടുക്കുന്നതല്ല പുസ്തകം. അവിടെ 30,000 പേര് വന്ന് കാണും, പക്ഷെ അതിൽ ഏറ്റെടുത്ത് സ്നാനപ്പെട്ടവരുടെ പേര് പുസ്തകത്തിൽ വന്നു. നല്ല ഹല്ലേലൂയ ഈ രാത്രി പറയണം. ഓ ഹല്ലേലൂയ. ഈ ശുശ്രൂഷയോടുള്ള താല്പര്യം കൊണ്ട് രക്ഷിക്കപ്പെടാത്തവരും സ്നാനപ്പെടാത്തവരും ഒക്കെ എവിടെങ്കിലും ഒക്കെ ഇരുന്ന് ചിലപ്പോൾ നമ്മുടെ കൂടെ ഉപവസിക്കുന്നുണ്ടായിരിക്കും. അവർ പറയും, ബിജു പാസ്റ്റർ ഞങ്ങളും എന്ത് ചെയ്യാണ്, ഉപവസിക്കുകയാണ്. പക്ഷെ അവർ ഈ കൽപ്പനയൊന്നും അനുസരിക്കുന്നില്ലെങ്കിൽ, ഹലോ, ഈ പുസ്തകത്തിൽ പേര് വരത്തില്ല. നീ എവിടെ വേണേലും ഇരുന്ന് കേട്ടോ, ഞങ്ങൾക്കൊരു വിരോധമില്ല. പക്ഷെ കേൾക്കുന്നത് തീരുമാനമെടുത്ത് ഞായറാഴ്ചക്കുള്ളിൽ വന്ന് സ്നാനപ്പെട്ടോണം. Praise the Lord. Praise the Lord. അപ്പൊ ഈ 3000 പേര് സ്നാനപ്പെട്ട് 3120 പേരുള്ള സഭയായിട്ട് മാറിയത് പ്രസംഗം കേട്ടല്ലെന്നാ ഞാൻ പറഞ്ഞു. ആത്മാവിന്റെ ചൈതന്യം വെളിപ്പെട്ടപ്പോഴാണ്. ഇപ്പൊ സഭയ്ക്കകത്ത് ആത്മാവ് ഇറങ്ങിയാൽ സാമുദായിക കോട്ടപൊളി, ജാതീയ കോട്ടപൊളി, മതം കെട്ടിയുയർത്തിയ കോട്ടപൊളി. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അഭിഷേകത്തെ ഒത്തിരി കാലം ഒന്നും ഇങ്ങനെ ഒതുക്കി വെക്കാനൊന്നും നോക്കത്തില്ല. ഈ ദൂത് പറയണമെന്നുണ്ടെങ്കിലും ദൂത് ഇങ്ങനെ മാറി വരിക. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഞാനൊരു നല്ല സന്ദേശം പറയാൻ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒക്കുവാണേ പറയാം, ഇല്ലേ പറഞ്ഞില്ലേ കുഴപ്പമൊന്നും ഇല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഈ ദർശനമുള്ളവനെ, സ്വപ്നമുള്ളവനെ, ആത്മാവുള്ളവനെ ഒത്തിരി കാലമൊന്നും ഒതുക്കി വെക്കാൻ ഒക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഒതുക്കിയാൽ സമയം വരുമ്പോൾ ഒറ്റയടിക്ക് അങ്ങ് കളത്തും. ഒറ്റയടിക്ക്. ഹല്ലേലൂയ. ഏറ്റെടുത്താരാ ഒറ്റയടിക്ക് ദൈവം അവനെ ഉയർത്തും. ഓ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ യാക്കോബിന്റെ പിള്ളേർക്കെല്ലാം ഒരേ സൈസിലുള്ള വസ്ത്ര. ഈ കൈയുടെ മുട്ടിൻ്റെ ഇവിടെ വരെ, മുട്ടിനിപ്പുറം വരെ ആ കൈയുടെ ഉടുപ്പ് വരാവുള്ളൂ. മുട്ടിന് താഴെ വരെ നീളം വരാവൂ. കാൽപാദം വരെ പാടില്ല. ഇടയ വസ്ത്രമാണ്. എന്താണ് ഇടയ വസ്ത്രം? ആ വീട്ടിലെ ജ്യേഷ്ഠൻ ആരോ അവന് മാത്രമേ ഉള്ളൂ തയ്യലില്ലാതെ തുന്നൽ മാത്രമുള്ള നിലയങ്കി എടുത്തുള്ളൂ. അത് കാൽപാദം വരെ ഉള്ളതാണ്. സ്തോത്രം. അത് വ്യത്യസ്തതയാർന്ന പല നൂലുകൾ ചേർത്ത് പിന്നെ ഉണ്ടാക്കിയ ഉടുപ്പാണ്. ആ ഉടുപ്പിന്റെ പേര് നിലയങ്കി എന്നാണ്. എന്താണ്? ബാക്കി 12 പേര് 11 പേർക്ക് ഒരു സൈസ് ഉടുപ്പായിരിക്കും. എല്ലാവർക്കും ഈ മുട്ടിന് താഴെ വരെയുള്ള ഒരു റൗണ്ടിലുള്ള ഒരു കുപ്പായം പോലെ ഉടുപ്പാണ്. അതിൻ്റെ കൈ ഇവിടെ വരെ വരാൻ പാടുള്ളൂ. പക്ഷെ ഈ നിലയങ്കിക്ക് കൈ ഇവിടെ വരെ വരാം, നിലത്ത് വരെ അത് മുട്ടും. അത് വിവിധ വർണ്ണത്തിലുള്ള നീലനൂല്, ധൂമ്രനൂല്, അങ്ങനെ പല നൂലുകൾ ചേർത്ത് പിന്നെ ഉടുപ്പാണത്. തയ്യക്കാരൻ്റെ തയ്യലില്ല, മുഴുവൻ നെയ്തെടുത്തതാണ്. അത് ഏറ്റവും ജ്യേഷ്ഠാവകാശം ആർക്ക് കിട്ടുമോ അവനെ ഇടിപ്പിക്കുന്ന ഉടുപ്പാണ്. പ്രൈസ് ദി ലോർഡ്. കിട്ടേണ്ടത് വാസ്തവത്തിൽ രൂപേനാണ്, പക്ഷെ കിട്ടിയത് ഭാഗ്യവശാൽ യോസഫിനാണ്. കിട്ടാൻ കാരണം അപ്പൻ അവനെ അധികം സ്നേഹിച്ചു, അത്രയുള്ള കാര്യം. ആ ഉടുപ്പിട്ടത് ജ്യേഷ്ഠന്മാർ ഊരി. 20 കാശിന് വിറ്റപ്പോൾ ഒരു അടിമ വസ്ത്രം കിട്ടി. അടിമ വസ്ത്രം ധരിച്ചുകൊണ്ട് പൊത്തിപ്പറിന്റെ വീട്ടിൽ ചെന്നവനും വീടിന്റെ കാര്യസ്ഥനാക്കി മാറ്റിയപ്പോൾ വേറൊരു ഉടുപ്പ് കിട്ടി, കാര്യസ്ഥന്റെ ഉടുപ്പ്. അത് അമ്മാമ്മ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ അച്ചായൻ കൊടുത്തത് ചേട്ടന്മാർ കൊണ്ടുപോയി, പൊത്തിപ്പേർ കൊടുത്തത് ആൻറ്റി അടിച്ചുകൊണ്ട് പോയി.
പിന്നെ കാരാഗ്രഹത്തിൽ പോയി. അവിടെ ചെന്നപ്പം ജയിലിൽ കിടക്കുന്ന ഒരു ജയിൽ വസ്ത്രം കിട്ടി. സ്തോത്രം. ജയിൽ വസ്ത്രം കിട്ടിയ കഴിഞ്ഞിട്ട് അത് മാറി ഒരു മിസ്രൈമ്യ വസ്ത്രം കിട്ടി. സ്വപ്ന വ്യാഖ്യാനക്കാരനിടുന്ന വസ്ത്രം. അതിട്ടുകൊണ്ട് കൊട്ടാരത്തിൽ ചെന്നു. ദൂത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വസ്ത്രം കെട്ടി. അതൊരു 80 വർഷം ആരും ഊരിയില്ല. ഹല്ലേലൂയ. ഊരിയിലെന്ന് മാത്രമല്ല, ഈ വസ്ത്രം ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ പടികൾ കയറുക. കൊട്ടാരം ആരും താഴ്വര വെക്കത്തില്ല, കൊട്ടാരമെല്ലാം ഉയരത്തിലാണ്. പല സ്റ്റെപ്പ് കയറി വേണം ചെയ്യാൻ. അപ്പൊ ഈ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ എല്ലാ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന പട്ടാളക്കാരും സല്യൂട്ട് അടിക്കുകയാണ്. ആർക്ക്? യോസഫിന്. എൻ്റെ കൂടെ വരണം. അപ്പൊ പറവോനൊരൊറ്റ പ്രഖ്യാപനം, മുട്ടുകുത്തുവീൻ. എല്ലാവരും യോസഫിന്റെ മുമ്പിൽ മുട്ടുകുത്തുവീൻ എന്ന് പറഞ്ഞപ്പോൾ ആ കൈലി അടിച്ചോണ്ട് പോയ ആന്റി എന്ത് ചെയ്തു? ആന്റി ഒരു കഥയുണ്ടാക്കി. 10 സഹോദരന്മാർ കഥയുണ്ടാക്കി. ഇപ്പോൾ ഒരാളെ കുറിച്ച് തന്നെ 2 കഥ. സഹോദരന്മാർ നല്ല കഥ ഉണ്ടാക്കുന്നവരാ. സ്തോത്രം. അവരുണ്ടാക്കിയ കഥ, ഒരു ദുഷ്ടമൃഗം വന്നു, കടിച്ചു കീറി, കൊന്നുകളഞ്ഞു, രക്തം പിടിച്ച് ഈ വസ്ത്രം ഞങ്ങൾ കൊണ്ടുവന്നേക്ക. ഒരു കഥയല്ലേ? ഒരു കഥയാ. അവന്മാര് മുട്ടുകുത്തി. ആന്റി പറഞ്ഞു, എന്നെ അപമാനിക്കാൻ വന്നതാണ്, ഞാൻ ഓടിയത് കൊണ്ട് രക്ഷപ്പെട്ടു, പക്ഷെ തുണി എൻ്റെ കയ്യിൽ ഉണ്ട്. ആന്റി ഒരു കഥയുണ്ടാക്കി. അപ്പോൾ ഒരാളെ കുറിച്ച് തന്നെ ഇപ്പൊ 2 കഥ. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. പക്ഷെ പറവൻ പറഞ്ഞ കഥ എഴുതിയോനും കഥ ഉണ്ടാക്കിയോളും എല്ലാം മുട്ടുകുത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വളരെ ആഴമായി കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, എടാ കുഞ്ഞെ, ചുമ്മാതൊന്നും അല്ല മുട്ടുകുത്തിയേ. 17 വർഷം കാരാഗ്രഹത്തിൽ ഈ കൊച്ചൻ മുട്ടയിലായിരുന്നു. 17 വർഷം ഇവൻ മുട്ടയിലായിരുന്നെന്ന്. എടാ, മുട്ടേ കിടന്നവന്റെ മുമ്പിൽ സകലരും മുട്ടുകുത്തുമെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ഒരു പോരും നേരെ നിൽക്കത്തില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇത് രാത്രി ആരാധിക്കണം. ഹല്ലേലൂയ. ഓ റബാ ബാബാ ബാബാ. ഓ, ചിലര് വന്ന് മുട്ടുകുത്തും. ഉന്നത ശ്രേണിയിലുള്ളവര്, കഥ ചമച്ചവര്, കഥ പറഞ്ഞവര്, കഥ എഴുതിക്കൊണ്ടിരിക്കുന്നവര് മുൻപിൽ വന്ന് മുട്ടുകുത്തുമെന്ന് ഇന്ന് രാത്രി ആത്മാവ് പ്രവചിച്ചു പറയുകയാ. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിന്റെ മുഴങ്കാൽ ഇരിപ്പിന്റെ പുറകിൽ ദൈവത്തിന്റെ ചരിത്രം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി മാറ്റി എഴുതാൻ പോകുകയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ശക്തി ഭയങ്കരമാണെന്ന് അറിയണം. ഈ ഗെത്സമനെ മുട്ടുമടക്കിയിട്ട് മുട്ടേ നിൽക്കാൻ വയ്യാതെ കവണ് വീണ് കരഞ്ഞ് രക്തം വേർപ്പാക്കിയിട്ട് എണ്ണീച്ചു വന്ന ആളിന്റെ മുമ്പിൽ വടിയും വാളും കുന്തവും എല്ലായിട്ട് പട്ടാളക്കാർ നിൽക്കുക. സ്തോത്രം. തീവട്ടിപ്പന്തങ്ങളും വടിയും വാളും എല്ലാമായിട്ട് പട്ടാളം നിൽക്കുക. അപ്പൊ ഈ പ്രാർത്ഥിച്ച കർത്താവ് ചോദിച്ചു, ആരെ അന്വേഷിക്കുക? യേശുവിനെ. അത് ഞാന് എന്ന് പറഞ്ഞപ്പോൾ ഈ വടിയും വാളും കുന്തം കൊണ്ട് വന്നവന്മാർ കവണ് വീണെന്ന്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന ആള് ഞാനാ എന്ന് പറഞ്ഞപ്പോൾ ഈ വന്നവന്മാരുടെ കയ്യിൽ വടിയുണ്ട്, വാളുണ്ട്, തീവട്ടിപ്പന്തമുണ്ട്, കുന്തമുണ്ട്, പിടിക്കാനുള്ള അധികാര പത്രമുണ്ട്. എല്ലാമായിട്ട് വന്നവന്മാരെന്ത് ചെയ്തു? കവിണ് വീണു. ഒരു ഹല്ലേലൂയ പറയണം. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ഉടപരമനബസ്. ഹല്ലേലൂയ.
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ നിന്നെ തകർക്കാൻ വരുന്നവൻ പോലും നിന്റെ മുമ്പിൽ നിലംപരിചാകുന്നത് പോലെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. രണ്ട് പ്രത്യക്ഷതകളെ കുറിച്ച് പറയാനാണ് ഞാൻ ഉച്ച കഴിഞ്ഞ് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കുറിച്ചൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം പറയാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല എന്നെനിക്കറിയാമെങ്കിലും അത്യാവശ്യമായി നമ്മൾ അറിയേണ്ട ഒന്നാമത്തെ പ്രത്യക്ഷത, ഇനി സഹോദരങ്ങളെ, സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ, എല്ലാവരും നെഞ്ചത്ത് കൈവച്ചേ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ ആഗമനവും. ഒരല്ലേ പറഞ്ഞേ, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയും അവൻ്റെ അടുക്കലുള്ള നമ്മുടെ ആഗമനവും സംഭവിക്കാൻ പോവാം. രണ്ട് എഴുത്തുകാരൻ എഴുതുകയാണ്, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. 9-ാമത്തെ വാക്യം, അത് മാത്രം ഒന്നുകൂടെ വായിച്ചു. 9-ാമത്തെ വാക്യം, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. 1-ാമത്തെ വാക്യം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 9-ാമത്തെ വാക്യം അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. രണ്ട് പ്രത്യക്ഷതകൾ എൻ്റെ കൂടെ ഒന്ന് വരണം വേഗത്തിൽ. ഒന്ന്, നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷത, അവൻ്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനം. രണ്ട്, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. പ്രൈസ് ദി ലോർഡ്. എല്ലാം വിവരിപ്പാൻ നമ്മുടെ മുമ്പിൽ ഇന്ന് രാത്രി സമയം പോരാ, എങ്കിലും അത്യാവശ്യം ചില കാര്യങ്ങൾ ഓടിച്ചു പറയാം. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇത് പറഞ്ഞാൽ ആത്മാവ് ഇറങ്ങുമോ നിങ്ങൾക്കൊരു സംശയം ഉണ്ടല്ലേ? സ്തോത്രം. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് കേൾക്കാൻ എത്ര പേർ കൊതിയുണ്ട്? നമ്മുടെ ഈ ഉപവാസത്തിൻ്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം എന്താ? കർത്താവിൻ്റെ വരവെങ്കിൽ പോണം. പറഞ്ഞേ, കർത്താവിൻ്റെ വരവെങ്കിൽ, അതാണ് നമ്മുടെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. ബാക്കിയെല്ലാം എക്സ്പയറി ഡേറ്റ് ഉള്ളതാ. എന്തോ ഡേറ്റ് ഉള്ളതാ എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ സൗഖ്യം ഏതായിരുന്നു? നമ്മുടെ ലാസറിൻ്റെ അല്ലേ? മരിച്ചു, അടക്കി, 4 ദിവസം കല്ലറയ്ക്കകത്ത് ഇരുന്നു. 4-ാം പക്കം കല്ലറയ്ക്കകത്തുനിന്ന് എഴുന്നേറ്റ് വന്ന് അവൻ്റെ കെട്ടടിച്ച് യേശുവിൻ്റെ കൂടെ അവൻ പന്തിയിലിരുന്ന് ആഹാരം കഴിച്ചു. അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം. ശരിയല്ലേ? പക്ഷെ ആ ലാസർ പിന്നെ കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോയായിരുന്നു. നിങ്ങൾ അറിഞ്ഞോ? നമ്മൾ അറിയാഞ്ഞത് ബാക്കിയല്ലേ, നമ്മൾ പോയി അനുശോചന യോഗം വെച്ചേന്. അന്നൊന്നും പുള്ളി അടക്കത്തില്ല. നമ്മൾ മൊത്തം അനുശോചനം പറഞ്ഞ് വന്നവർ തലകറങ്ങി വീഴുന്നതിനും വരെ എന്ത് ചെയ്തേനെ? സ്തോത്രം. നമ്മുടെ ആ റാബ് പോലെ വളഞ്ഞ് അമ്മച്ചി നേരെയായില്ലേ? ആ അമ്മച്ചി നേരെ കിടന്ന് മരിച്ചു. അതൊരു ഭാഗ്യമാണ്. വളഞ്ഞായിരുന്നെ പെട്ടി ഉണ്ടാക്കാൻ എന്ത് പാടുപെട്ടേന്. അപ്പൊ അമ്മച്ചി സ്ട്രെയിറ്റ് ആയിട്ട് കിടന്ന് എന്ത് ചെയ്തു? മരിച്ചു. ആ കൈ വരണ്ട ചെറുക്കനില്ലേ, എല്ലാ ഞായറാഴ്ച ഇങ്ങനെ വന്ന് സ്വോത്രാഴ്ച ഇടാതെ പോയ പുള്ളി, അവൻ കൈ നൂർത്ത് നല്ല ജിംനാസ്റ്റിക് ബോഡിയായിട്ട് കൈയൊക്കെ വെച്ച് നേരെ കിടന്ന്, പിന്നെ അവൻ സൗഖ്യമായി കഴിഞ്ഞപ്പോൾ കൈയുടെ ബെന്നിനൊക്കെ ഇവിടം വരെയുള്ള ടീഷർട്ടേ എടുത്തുള്ളൂ. എന്നിട്ട് താഴെ അവൻ എഴുതിയേക്കുന്നത് ജീസസ് ഈസ് കമ്മിങ് സൂൺ, സ്റ്റാച്ചു കുത്തിയേക്കുക. എന്നിട്ട് അവൻ ആ ജിംനാസ്റ്റിക്കിൻ്റെ കൈയൊക്കെ കാണിച്ചാണ് ആരാധനയ്ക്ക് വരുന്നത്. ആരാധിക്കുമ്പോൾ അവൻ ആ മസിൽ എല്ലാവരും കാണുന്നു നോക്കി. നിങ്ങളുടെ കാര്യമല്ല, ഞാൻ കൈ പറഞ്ഞവൻ്റെ കാര്യം പറയാം. ആ ചെറുക്കനും കൈ നൂർത്ത് വെച്ച് എന്ത് ചെയ്തു? മരിച്ചു. പറഞ്ഞേ, പിന്നെ മരിച്ചു. നമ്മുടെ ആ 12 വർഷത്തെ രക്തസ്രാവക്കാരി കൊച്ച് സൗഖ്യമായി.
പിന്നെ അവിടെ കല്യാണം നടന്നു കാണും, അവൾക്ക് പിള്ളേരുണ്ടായി കാണും, ഉണ്ടാകട്ടെ. ആ കൊച്ചു പിന്നെ എന്ത് ചെയ്തു? നമ്മുടെ യായിറോസിന്റെ 12 വയസ്സുള്ള കൊച്ച്, ആ കൊച്ചും കുറെ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പറഞ്ഞേ. അപ്പൊ ഇവിടുത്തെ എല്ലാ സൗഖ്യത്തിനും എന്തോ ഉണ്ട്? ഒരു എക്സ്പയറി. അതുകൊണ്ട് സൗഖ്യമല്ല വലിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഏറ്റവും വലിയ വീട് ഉണ്ടായിരുന്ന ആള്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 24,800 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു കേരളത്തിലെ പുള്ളിയുടെ വീടിന്. ആ പുള്ളി കപ്പലിൻ്റെയൊക്കെ ഉടമസ്ഥനായിരുന്നു. അതുകൊണ്ട് എല്ലാവരുടെ സ്നേഹത്തോടെ കപ്പൽ ജോലിന്നൊക്കെ പുള്ളി എന്ത് ചെയ്തേ? വിളിച്ച്. പുള്ളിക്കാരൻ ആ പെരയുടെ മണ്ടയ്ക്കും താഴെ ചാടി എന്ത് ചെയ്തു? ചത്തുപോയി. ആ പെര ഇപ്പോഴും നിപ്പുണ്ട്, നരിച്ചെറുവ് കയറി കിടക്കുക. താമസിക്കാൻ ആളൊന്നുമില്ലെന്ന് എൻ്റെ അറിവ്. ഇപ്പം ഇവിടെ വലിയ വീടുണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. സ്തോത്രം. ഇവിടുത്തെ വലിയ പണക്കാരന് 150-ലധികം ബാങ്കുള്ള പുള്ളി ഡൽഹി വെച്ച് കെട്ടിടത്തിൽ നിന്ന് വീണെന്ത് ചെയ്തു? മരിച്ചു. ആ കെട്ടിടവും ബിസിനസ്സും എല്ലാം ഉണ്ട്, ആരണ്ടൊക്കെ നടത്തുക. സ്തോത്രം. അപ്പൊ പണം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇതിനെല്ലാം എന്തോ ഉണ്ട്? പറ എല്ലാവരും. അപ്പൊ ഇവിടുത്തെ പണമല്ല വിഷയം, ഇവിടുത്തെ വീടല്ല വിഷയം, ഇവിടുത്തെ ജോലിയല്ല വിഷയം, ഇവിടുത്തെ സൗഖ്യമല്ല വിഷയം, നിത്യതയാ വിഷയം. നിത്യതയാ. കരമടിച്ച് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അപ്പം വാസ്തവത്തിൽ ഈ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് എൻട്രൻസ് പാസ്സാകാനല്ല. ഹലോ, വിസ കിട്ടാനല്ല, PR കിട്ടാനല്ല, OET പാസ്സാകാനല്ല, കല്യാണം നടക്കാനല്ല. അതെല്ലാം നടന്നോളും, അതെല്ലാം നടന്നോളും. നിങ്ങൾ ആ അരിഭവനിക്ക് കയറി ഒരു നെയ് റോസ്റ്റ് ഓർഡർ ചെയ്ത്, ഒരു 4 സൈസ് ചമ്മന്തി, 2 സൈസ് സാമ്പാർ, ഒരു ചൂടുള്ള ഉഴുന്നുവട. ഇതൊന്നും നമ്മൾ ചോദിച്ച സാധനങ്ങളല്ല. നമ്മളാകെ ഒരു നെയ് റോസ്റ്റേ ചോദിച്ചോളൂ. അപ്പൊ അതൊരു പാക്കേജാ. നെയ് റോസ്റ്റ് ഓർഡർ ചെയ്ത ബാക്കി എല്ലാ സാധനവും ആ പാക്കേജ് വെള്ളം സഹിതം ഒരല്ലേ പറഞ്ഞേ. അപ്പൊ അതിനു വേണ്ടി ഉപവസിക്കണ്ട, അത് രക്ഷയ്ക്കകത്തുണ്ട്. നിന്റെ രക്ഷയ്ക്കകത്ത് അതെല്ലാം ഉണ്ട്. സന്തോഷമുള്ളവർ രാത്രി ആരാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കൾക്ക് ലഭിച്ച രക്ഷ എന്ന പാക്കേജിൽ രോഗശാന്തിയുണ്ട്, ഭൂതശാന്തിയുണ്ട്, വഴി തുറക്കും, ദൂതന്റെ കോട്ടയിടെയും എല്ലാം ഇതിനകത്തുണ്ട്. വിശ്വസിക്കുന്നവര് മാത്രം. ഹല്ലേലൂയ. അപ്പൊ ഇതിനായിട്ടൊന്നും പ്രത്യേകിച്ച് എന്ത് ചെയ്യണ്ട, ഉപവസിക്കണ്ട. നീ രക്ഷിക്കപ്പെട്ടതാണോ? നിന്റെ രക്ഷ യഥാർത്ഥമാണോ? ആണെങ്കിൽ സിയോനിൽ നിന്ന് തന്റെ ജനത്തിന് രക്ഷ വന്നാൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും. യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. ഹല്ലേലൂയ. എൺപത്തിനാലിൽ ഈ രക്ഷ എന്നിൽ വന്നു, എന്റെ സ്ഥിതി മാറി. യാക്കോബ് സന്തോഷിച്ചു, ഇസ്രായേൽ ആനന്ദിച്ചു. ഞങ്ങളുടെ വീട് മൊത്തം ആനന്ദിക്കുക. രക്ഷയകത്ത് വന്നാൽ മതി. അപ്പൊ രക്ഷ യഥാർത്ഥമാണ്, ബാക്കി അതിന് പുറകിലുണ്ട്. പക്ഷേ ഇവിടെയെല്ലാം കൂടെ കിട്ടിയിട്ട് 3.5 വർഷം യേശുവിന്റെ കൂടെ നടന്ന യൂദ കെട്ടിയാന്ന് ചത്തു. 3.5 വർഷം ഏലിശയുടെ കൂടെ നടന്ന ഗേഹസി കുഷ്ഠം വന്ന് ചത്തു.
7 വർഷം പൗലോസിന്റെ കൂടെ നടന്ന ദേമാസ്, ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ ആരുടെ കൂടെ നടന്നിട്ട് കാര്യമില്ല. ശക്തന്റെ കൂടെ നടന്ന ദേമാസ് പോയി, യേശുവിന്റെ കൂടെ നടന്ന യൂദ പോയി, ഇരട്ടി ആത്മശക്തി ഉള്ളവന്റെ കൂടെ നടന്ന ഗേഗസി പോയി. ഹലോ. അപ്പൊ ഇവിടെ പ്രാർത്ഥിക്കേണ്ടത് ലാസ്റ്റ് വരെ നിൽക്കാൻ വേണ്ടിയാ. ഓ, ഹല്ലേലൂയ. അപ്പൊ ഈ ഉപവാസം രക്ഷയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്, അല്ലാതെ ഇവിടെ എന്തേലും തട്ടിക്കൂട്ടാനല്ല. ഞാൻ ഉറപ്പ് പറയുക, നിന്റെ വഴി ദൈവം തുറക്കും. ഉറപ്പാ. നിന്റെ ശൂന്യത ദൈവം മാറ്റും. നിന്റെ കുഞ്ഞിന്റെ കല്യാണം നടക്കും. നിന്റെ മക്കൾക്ക് തലമുറയെ ജനിക്കും. നിനക്ക് വീട് കിട്ടും. ഇതെല്ലാം രക്ഷയ്ക്കകത്തുണ്ട്. നീ ഒന്ന് വിശ്വസിച്ചേ. ഇന്ന് രാത്രി നീ പറഞ്ഞ് പ്രാപിക്കാമെങ്കിൽ ഇതെല്ലാം ദൈവം അതിന്റെ സമയത്ത് തരുമെന്ന് ഉറപ്പുള്ളവര്. ഹല്ലേലൂയ. പക്ഷേ ഉപവാസം ഞാൻ എൻ്റെ ഈ ജഡത്തെ, എൻ്റെ ഈ ശരീരത്തെ, പാപം വസിക്കുന്ന എൻ്റെ ശരീരത്തെ, കൺമോഹമുള്ള എൻ്റെ ശരീരത്തെ, ജഡമോഹമുള്ള എൻ്റെ ശരീരത്തെ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഒന്ന് ദണ്ണിപ്പിച്ച് ഇങ്ങനെ അടിമയാക്കുക. എന്നോട് പറയും, നേരം വെളുത്ത് 7 മണിയായില്ലേ, കഴിച്ചില്ലെങ്കിൽ നിനക്ക് ഷുഗർ കൂടും, പ്രഷർ കൂടും, കൊളസ്ട്രോൾ കൂടും, അസിഡിറ്റി ഉണ്ടാകും, ഗ്യാസ് മാറത്തില്ലെന്നൊക്കെ എൻ്റെ ജഡം പറയും. സ്തോത്രം. ഉടനെ നമ്മൾ പറയും അസിഡിറ്റിയൊക്കെ ഉണ്ടാകുമെങ്കിൽ പിന്നെ അത് ഇച്ചിരി എന്തെങ്കിലും എന്ത് ചെയ്തേക്കാം, കഴിച്ചാൽ. ഇപ്പോൾ ഒരു ഇഡ്ഡലി ഒന്നും കഴിച്ചാൽ വലിയ കുഴപ്പമൊന്നും ഇല്ല. ഇനി ഇഡ്ഡലി കഴിച്ചാൽ പാസ്റ്റർക്ക് കുഴപ്പമാണെങ്കിൽ ഞാൻ ഇഡ്ഡലിയും അവക്കാഡോയും മുട്ടയും കൂടെ അടിച്ച് ജ്യൂസാക്കി കുടിച്ചാൽ, അല്ലെ, കരപദാർത്ഥമായിട്ട് കഴിച്ചാലേ പ്രശ്നമെങ്കിൽ. ഹലോ. അപ്പൊ ഈ ജഡം ഇങ്ങനെ നമ്മളോട് പറയും, ഞാൻ അതിനെ ദണ്ണിപ്പിക്കുക, മര്യാദയ്ക്ക് അവിടെ ഇടാം എന്ന് പറഞ്ഞ് ഞാൻ ഒതുക്കുക. എന്തിനാണെന്നറിയാമോ? എൻ്റെ അകത്തെ മനുഷ്യൻ വളരണം, എൻ്റെ ജഡമനുഷ്യൻ ഒതുങ്ങണം. ഓ, പി സി ചെറിയാൻ പാസ്റ്ററും ബിജു പാസ്റ്ററിലും എല്ലാം പാസ്റ്ററൊക്കെ നമ്മുടെ ഒരു പഴയ മനുഷ്യനുണ്ടല്ലോ. എൻ്റെ പ്രായം നിങ്ങൾ അവിടെ പറയരുത്. ഇന്നൊരാളെന്നോട് ചോദിച്ചു 75 വയസ്സുണ്ടോന്നാ. സ്തോത്രം. എങ്കിലും 75 ഇല്ല, എന്നാലും ഒരു 10 വയസ്സ് കുറച്ചുണ്ട്. അപ്പോൾ എന്നിൽ 65 വയസ്സുള്ള ഒരു മനുഷ്യനുണ്ട്. ആരുണ്ട്? 42 വയസ്സുള്ള വേറൊരു മനുഷ്യനുണ്ട്. ഇവർ തമ്മിൽ എപ്പോഴും വലിയ വടംവലിയാണ്. 42കാരൻ പറയും മുഴങ്കാലം മടക്കട, ഇന്ന് ഫുൾ പാസിംഗ് എടുക്കട, വേദപുസ്തകം വായിക്കട, ആത്മാവിൽ ആരാധിക്കട, ആരാധനയ്ക്ക് പോടാ എന്നെല്ലാം ഈ 42കാരനോട് പറയും. അപ്പോൾ 65കാരൻ പറയും, ഓ, സ്റ്റെപ്പ് കയറി വരണ്ടേ, ലിഫ്റ്റ് ഇല്ലല്ലോ, കാലിൻ്റെ മുട്ടിനൊക്കെ വേദനയല്ലേ, മഴയും പെയ്യുന്ന ഉണ്ടല്ലോ, ഇന്നിപ്പോൾ പോയില്ലേലും കുഴപ്പമില്ല, വീട്ടിലിരുന്നാൽ ലൈവായിട്ട് നമുക്കിത് ഇപ്പം അങ്ങോട്ട് ചെന്ന് അടിച്ചില്ലേലും എന്നാ കുഴപ്പം, വീട്ടിലിരുന്നാലും നമുക്ക്. അപ്പോൾ എൻ്റെ 65കാരൻ പറയും, ഷുഗറും ഒക്കെ അല്ലേ, അതന്നെ ഇപ്പോൾ ഒരു ചെറിയ വൈറൽ ഫീവറൊക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. പിന്നെ ഞാൻ അപ്പുറത്തിരുന്ന് അമ്മാമ്മ ചുമക്കുന്നേ കണ്ടായിരുന്നു, ഇപ്പുറത്തെ അച്ചായൻ മൂക്ക് ചുറ്റുന്നേ കണ്ടായിരുന്നു, പുള്ളി മാസ്ക് കെട്ടിക്കൊണ്ടാണ്. അപ്പോൾ അവിടെ ചെന്ന് ഇനി എന്തെങ്കിലും പിടിച്ചോണ്ട് വരേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് എൻ്റെ 65കാരൻ പറയും, വീട്ടിൽ ഇരിക്കടാന്ന് പറയും. അപ്പം 41കാരൻ പറയും, എടാ പോടാ, യോഗത്തിന് പോടാ, എടാ അവിടെ ചെന്നാൽ ശുശ്രൂഷ വേറൊരു നിലയില്ല, നീ ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെടുക. അപ്പോൾ 65കാരൻ പറയും, അങ്ങനെയൊക്കെ ആളുകൾ പറയും. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? ഇതിനകത്ത് ആരോഗ്യം 65കാരനാണ്, 42കാരനെ വീട്ടിയിരുത്തും. ആരോഗ്യം 65കാരനാണെങ്കിൽ അവൻ ഒതുക്കി മറ്റോൻ എന്ത് ചെയ്യും?
42കാരനാണ് ആരോഗ്യമെങ്കിൽ 65കാരനെ ഒതുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഈ ഉപവാസം എന്ന് പറയുന്നത് നിന്റെ പഴയ മനുഷ്യനെ നീ ഒതുക്കുക. അവന് കുറെ രാഗങ്ങളുണ്ട്, അവന് കുറെ മോഹങ്ങളുണ്ട്. അവന്റെ മോഹം ഇങ്ങനെ അകത്ത് ഗർഭം ധരിക്കുക, എന്നിട്ട് അതിങ്ങനെ പാപത്തെ പ്രസവിച്ചുകൊണ്ടിരിക്കുക. ആ മോഹമുള്ള മനുഷ്യനെ അതിന്റെ രാഗമോഹത്തോടെ ക്രൂശിച്ചിട്ട് അകത്തെ മനുഷ്യനെ ഇങ്ങനെ ബലപ്പെടുത്തുക. ഇത് രാത്രി മനസ്സിലാകുന്നവർ ദൈവത്തെ ആരാധിക്കണം. നിന്റെ പുറമേയുള്ള മനുഷ്യൻ മരിച്ചിട്ട് ഹല്ലേലൂയ ചുടബരബലബസ്. ദാഹമുള്ള, ക്ഷീണമുള്ള, പകയുള്ള, കോപമുള്ള, അസൂയയുള്ള, വിടക്കുകണ്ണുള്ള, ദുഷ്ടതയുള്ള, ചതിവുള്ള, വഞ്ചനയുള്ള നിന്റെ പഴയ മനുഷ്യൻ ചാകണം. എന്തുവാ അസൂയ? എന്തുവാ അസൂയ? ഗ്രീക്കിൽ പറയാൻ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ മലയാളത്തിൽ പറയാം. എനിക്കില്ലാത്ത എന്തോ ഒന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട CS ബിജുപ്പാസൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണുമ്പോൾ PC ചെറിയാൻ ഉണ്ടാകുന്ന സോക്കേടിന്റെ പേരാണ്. അത് ഞാൻ ഗ്രീക്കിൽ പറയണ്ടല്ലോ? വേണ്ട, മനസ്സിലായല്ലോ അല്ലേ? സ്തോത്രം. എന്താ നിഗളമെന്നറിയാമോ? പാസ്റ്റർ CS ബിജുവിനില്ലാത്ത എന്തോ ഒന്ന് എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുമുണ്ടെന്ന് രണ്ടാമത്തെ സോക്കേടിന്റെ പേരാണ് നിഗളം. പിന്നെ നമ്മുടെ ഭാവം തന്നെ മാറും. നമ്മളെ പോകുന്നതും വരുന്നതൊക്കെ കണ്ടല്ലേ ഏതാണ്ട് സംതിങ് ആണെന്ന് തോന്നുന്നു. നീ എന്നോ സംതിങ്, ഒരു ഞരമ്പ് വലിച്ചാൽ പോയില്ലേ? നീ എന്നോ സംതിങ്ങാ. ഈ നിപ്പിലൊരു ഞരമ്പ് വലിച്ചാൽ സ്വരവും പോയി, പാട്ടും പോയി, പ്രസംഗവും പോയി. എടാ, ഈ സ്വരം പോയാ പിന്നെ ആർക്ക് വേണം? ഒരലലി പറഞ്ഞേ, നീ പിന്നെ ഇതിനെ ഞെളിയുന്നേ. ഹലോ, നമുക്ക് ഞെളിയാനൊന്നുമില്ലെന്ന്. താണോണം. എല്ലാ ഉന്നത ഭാവങ്ങൾ, എല്ലാ ഉന്നത ഭാവങ്ങൾ, നീ ഏതാണ്ടൊക്കെയാണെന്ന സംതിങ്ങുകൾ എല്ലാം ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ മാറിയിട്ട് ഹല്ലേലൂയ. എൻ്റെ കൂടെ വണ്ടി ഓടിക്കുന്ന മോൻ വന്നിട്ടുണ്ട്, സഹോദരൻ. ഞങ്ങളുടെ സാമുച്ചായൻ എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന, ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന എൻ്റെ സഹോദരനാണ്. അദ്ദേഹം ഈ വണ്ടിയിലൊക്കെ നല്ല പഴയ പാട്ട്, എനിക്ക് പോലും അറിയത്തില്ലാത്ത പഴയ ക്രിസ്തീയ പാട്ടുകളുണ്ട് കേട്ടോ. നമുക്കും അറിയത്തില്ലല്ലോ. നമുക്കിപ്പോൾ അറിയാവുന്നില്ല പുതിയ പാട്ടുകളാണ് അല്ലേ? പഴയ നല്ല പാട്ട് പുള്ളിക്കറിയാം. അതൊക്കെ പാടി ഇരുന്ന പുള്ളിയുടെ പാട്ടൊരു ദിവസം പതുക്കെ കുറയാൻ തുടങ്ങി, ശബ്ദം പഴുക്കെ താഴാൻ തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ചു, സാമിച്ച എന്തോ പറ്റിയാ? എനിക്കും അറിയത്തില്ല, പക്ഷേ ശബ്ദം അങ്ങോട്ട് ഈയിടെയായിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. ചുമ്മാ പോയി തിരുവല്ലായിൽ സാഹിബിനോടൊന്ന് പരിശോധിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നേരെ കാരിത്താസിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പം പറഞ്ഞു, അവിടെ പറഞ്ഞത് ശരിയാ, വോക്കൽ കോഡിന് ക്യാൻസറാന്ന് പറഞ്ഞു. ഒന്ന് എഴുന്നേറ്റ് വെച്ചാൽ ഒന്ന് എഴുന്നേറ്റ് തൊണ്ടിരിപ്പുണ്ട് ഉണ്ട്. ഇരുന്നു വോക്കൽ കോഡിന്. അപ്പോൾ കുറച്ച് ദിവസം അവിടെ ശബ്ദം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പിന്നെ കംപ്ലീറ്റ് ശബ്ദം പോയി. സ്തോത്രം. പിന്നെ അടിയന്തരമായിട്ട് ഓപ്പറേഷനായി, ഹീമോയായി, റേഡിയേഷനായി, അങ്ങനെ കുറേ പരിപാടി നടന്നു. ഇപ്പം ശബ്ദമെല്ലാം തിരിച്ചു കിട്ടി. ഇപ്പം ഇങ്ങനെ വണ്ടി ഓടി തന്നെയാണ്. ഉറങ്ങാൻ സമയമില്ല, ഞാൻ ഉറങ്ങും, പുള്ളി വണ്ടി ഓടിക്കും. അലലി പറഞ്ഞേ, അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ ശബ്ദത്തിലൊന്നും വലിയ കാര്യം ഇല്ല. അതുകൊണ്ട് ഇപ്പം വോക്കൽ കൂടെ ഉള്ളപ്പോൾ ഉറക്കെ അലലിയൊക്കെ പറഞ്ഞോണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ഇവിടെ എന്തെങ്കിലും തട്ടിക്കൂട്ടുക എന്നല്ല. കർത്താവ് വരുമ്പോൾ അവന്റെ അടുക്കൽ നമ്മൾ പോണം. പ്രത്യക്ഷതയെങ്കിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് രണ്ട് കാര്യം പറയാനേ സമയമുള്ളൂ. ഞാൻ ഒരു 10-40 കാര്യം എഴുതിയിട്ടുണ്ടാവും, ഒന്നും പറയാൻ സമയമില്ല. ഒരു കാര്യം വായിച്ചേ.
പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 10-11 വാക്യം വായിച്ച്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഒന്ന് ശ്രദ്ധിച്ചേ. കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ നാം എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ പത്രോസ് പറയുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും നിങ്ങളുടെ തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവിൻ. എന്തിനാണ് വിളിച്ചത്, എന്തിനാണ് തെരഞ്ഞെടുത്തതെന്ന് ഓരോരുത്തരും ഉറപ്പാക്കണം. അങ്ങനെ അധികം ഉറപ്പാക്കിയാൽ, വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കിയാൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവായ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ വരവിൽ അവന്റെ അടുക്കലേക്കുള്ള നമ്മുടെ പ്രവേശനം. അപ്പോൾ യേശു വരുമ്പോ പോണമെങ്കിൽ ഓരോരുത്തരും അവരുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മോശെ എന്തിനാ വിളിച്ചേ? തന്റെ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് വാഗ്ദത്ത കനാനിൽ കൊണ്ടയാക്കാൻ. യോശുവയെ എന്തിനാ വിളിച്ചത്? വാഗ്ദത്ത ദേശം പിടിച്ചടക്കി വെച്ചിരിക്കുന്ന ജാതീയ ശക്തികളെ യുദ്ധം ചെയ്ത് തോപ്പിച്ച് മനോഹര ദേശത്ത് അളവുനൂല് പിടിച്ച് 12 ഗോത്രക്കാർക്ക് കുലം കുലമായി ഗോത്രം ഗോത്രമായി വിഭജിച്ചു കൊടുക്കാൻ. ശൗമേലിനെ എന്തിനാ വിളിച്ചത്? ദർശനം നഷ്ടപ്പെട്ട് കണ്ണു മങ്ങിപ്പോയ ഏലിയെ ദൂത് പറഞ്ഞ് കാര്യം മനസ്സിലാക്കിയിട്ട് വചനം ദുർലഭമായെടുത്ത് വചനമുള്ള വെളിപ്പാടുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ശൗമേലിനെ വിളിച്ചു. ഹലോ, ദാവീദിനെ എന്താ വിളിച്ചത്? ഇസ്രായേലിനെ വെല്ലുവിളിക്കുന്ന ഫെലിസ്ത്യ വ്യാപാരങ്ങളെ തകർത്ത്, ഗോലിയാത്തിനെ തകർത്ത് ജനത്തെ സ്വതന്ത്രമാക്കി അവന്റെ ഭരണകാലത്ത് ഇസ്രായേലിൽ സ്വസ്ഥതയും സമാധാനം ഉണ്ടായി കൊടുക്കാൻ ആരെ എടുത്തു? ദാവീദിനെ. പൗലോസിനെ എന്തിനാ വിളിച്ചത്? 35-ൽ പരം രാജ്യങ്ങളിൽ വാഹന സൗകര്യമില്ലാത്ത കാലത്ത്, ബോട്ട് യാത്രയും കപ്പൽ യാത്രയും മാത്രമുള്ള കാലത്ത് ആ രാജ്യങ്ങളെ സുവിശേഷീകരിച്ച് അവിടെ ഉണ്ടായിരുന്ന അർത്തമിസിനെയൊക്കെ വേരോടെ പറിച്ച് അവിടെയൊക്കെ സഭ സ്ഥാപിച്ച് ഒരു 14 ലേഖനം നമുക്ക് എഴുതി തരാൻ. ഹലോ, ബിജുവിനെ സിഎസിനെ എന്തിനാ വിളിച്ചത്? മദ്യപന്മാരായി, പുകവലിക്കാരായി, ലഹരിക്കടിമയായി, കുലപാതകികളായി, നാടിന് ശാപമായി, വീടിന് ഭാരമായി നിൽക്കുന്ന ചിലതിനെയൊക്കെ തീന്ന് വലിച്ചെടുത്ത് ദൈവരാജ്യത്തിലാക്കി ദൈവസഭ പണിയാൻ. ഓ, ഇന്ന് രാത്രി വിളിയും തെരഞ്ഞെടുപ്പും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അങ്ങനെയാണ് ഓരോരുത്തരുടെ വിളിയുടെയും പിൻപിൽ ദൈവത്തിന് പ്രത്യേകമായ പർപ്പസ് ഉണ്ട്. അപ്പൊ നീ ഈ ഉപവാസന 18-ാമത്തെ രാത്രി പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ബിജു സിഎസിനെ വിളിച്ച് എന്തിനാന്ന് പാസ്റ്റർ പറഞ്ഞപ്പോൾ മനസ്സിലായി. പിസി ചെറിയാനെ വിളിച്ച് എന്താന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. എന്നെ എന്തിനാ വിളിച്ച് ഒന്ന് ചോദിച്ചു എല്ലാവരും. എന്നെ എന്തിനാ കർത്താവ് വിളിച്ച്? പാട്ട് പാടുമ്പോൾ കൈയടിക്കാനാണോ? അതോ പാട്ട് ക്ലൈമാക്സ് എത്തുമ്പോൾ അന്യഭാഷ പറയാനാണോ? പാടുന്ന കൊച്ചിന് പരവേശം കയറി നമുക്കൊരാവേശം കയറി. ഹലോ, അതിനാണോ എന്നെ വിളിച്ചേ? എന്നെ എന്തിനാ വിളിച്ചെന്ന് ചോദിച്ചേ. എന്തിനാ എന്നെ തെരഞ്ഞെടുത്തെന്ന് ചോദിച്ചേ. അങ്ങനെ ചെയ്താൽ, വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കിയാൽ നമ്മുടെ കർത്താവിന്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം. 2 വിവരിക്കുന്നില്ല. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 21-ാം അധ്യായം അതിന്റെ 34 മുതൽ വേഗം വായിക്കണം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന്, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത എന്ന ആ ദിവസം
നിങ്ങൾക്ക് ഒരു കണി പോലെ പെട്ടെന്നൊരു കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആമേൻ. വായിച്ചു. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകും. മനുഷ്യപുത്രനായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ അവന്റെ മുമ്പിൽ നിൽപ്പാൻ നമ്മൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു. എന്തിനാ ഉപവാസം വെച്ചേക്കുന്നേ? അവന്റെ പ്രത്യക്ഷതയിൽ അവന്റെ മുമ്പിൽ നിൽപ്പാൻ നമ്മൾ പ്രാപ്തരാകേണ്ടതിന്. എന്റെ കൂടെ ഒന്ന് വരണേ. ഇപ്പൊ നമ്മുടെ ചിന്ത എന്താണ്? അതിഭക്ഷണം, പിന്നെ മദ്യപാനം, പിന്നെ ഉപജീവന ചിന്ത, പിന്നെ ആ ദിവസം. ഒന്ന് ശ്രദ്ധിച്ചേ, നമ്മൾ അതിഭക്ഷണം കഴിക്കുന്നവരാണോ? പിണങ്ങല്ലേ. രാവിലെ വീട്ടിൽ നമുക്കൊരു ചായ കിട്ടിയാലും നമുക്ക് നിവർത്തിയുടെ തട്ടുകടയിൽ ഒരു ചായ എന്ത് ചെയ്യും? കുടിക്കും. വീട്ടിൽ നിന്ന് 2 ദോശയും ഒരു ഓംലേറ്റും കഴിച്ചിട്ട് വന്നാലും തട്ടുകടയിൽ നമ്മളൊരു 2 ദോശയും ഒരു ഡബിൾ ഓംലേറ്റും. ഹലോ, ഈ വയറ്റിൽ അതൊക്കെ എന്തോ ഉണ്ടെന്നാ. പ്രൈസലോ. ചിലർ തിന്നാൻ വേണ്ടി അങ്ങ് ജീവിക്കുകയാണ്. എന്നാൽ ജീവിക്കാൻ വേണ്ടി തിന്നുന്നവരുമുണ്ട്. രണ്ടും 2 കൂട്ടരാണ്. ഒന്ന്, ചിലരൊക്കെ എന്തിനു ചെയ്യുന്നു? ജീവിക്കാൻ വേണ്ടി കഴിക്കുന്നു. ചിലർ തിന്നാൻ വേണ്ടി ജീവിക്കുന്നു. നമ്മൾ ഏത് ഗ്രൂപ്പിലാ? പറ. പ്രൈസലോ. കഴിക്കണം കേട്ടോ, അത് ജീവിക്കാൻ വേണ്ടി ആയിരിക്കണം, അല്ലാതെ തിന്നാൻ വേണ്ടി. ഇപ്പം നമ്മുടെ ഹോളിൽ അതിൽ നിന്നുകൊണ്ട് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ കാണാമല്ലോ, ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഫെലോഷിപ്പ് ഹോളുണ്ട്. എല്ലാ ചർച്ചിനോട് ചേർന്ന് തന്നെ ഉണ്ട് ഒരു ഫെലോഷിപ്പ് ഹോൾ. അവിടെ ചായ അനത്താം, ചായ കുടിക്കാം, മെഷീനിൽ നിന്ന് ചായ വരുത്താൻ എന്ത് ചെയ്യാം? വരുത്താം. എല്ലാ സംവിധാനമുണ്ട്. തേയില വേറെ, കാപ്പി വേറെ, ലെമൺ ടീ വേറെ, എല്ലാം വെച്ചിട്ടുണ്ട്. സുലൈമാനിക്കുണ്ട്, അതുകൊണ്ട് എല്ലാം ഉണ്ട്. അപ്പോൾ ചിലർ വന്നാൽ 12 മണിക്കൂർ അതിനകത്താണ്. അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസംഗിച്ചു വരിക പാസ്റ്റേ. അപ്പം സമയമില്ലല്ലോ. അപ്പോൾ ഒരു സഭായോഗത്തിന് രാവിലെ എനിക്ക് വേണ്ടി സമയം വെച്ചേക്കുക. അവിടെ ചെന്ന് സങ്കീർത്തനമില്ലാതെ എന്നെ കൊണ്ട് പ്രസംഗിച്ച് തിരിച്ചു കൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം? എന്നെ ഔദ്യോഗികമായി വിളിച്ചെടുത്ത് പ്രസംഗിക്കണം. അപ്പം ഞാൻ അവിടെ പോയി പ്രസംഗിച്ചു ഓടി ഇവിടെ വരുമ്പോൾ ഇവിടെ ആളുകളെല്ലാം വെളിയിൽ നിൽക്കുന്നു, കാപ്പി കുടിക്കുന്നു, ചിലർ ബിസ്ക്കറ്റ് കഴിക്കുന്നു, ചിലർ സ്നാക്സ് കഴിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു യോഗം തീർന്നു. അപ്പോൾ എൻ്റെ സമയം തെറ്റിപ്പോയല്ലോ. വാസൽ ഇവരാണ് എന്നെ ടിക്കറ്റ് ഇറക്കിയേക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ബ്രദറെ യോഗം കഴിഞ്ഞെന്ന് വെച്ചു. ഓ ഇല്ല പക്ഷേ യോഗം നടക്കുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു പിന്നെ ഇതല്ല അതിങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പകുതി പേരും വെളിയില്ല. അകത്ത് പാവം ഭയങ്കര യോഗം നടക്കുകയാണ്. ഹലോ. അപ്പോൾ അവിടെ കുറച്ച് പേര് വരുന്നുണ്ട്. എന്തിനു വരുവാണ്? ഇതെല്ലാം സംവിധാനം വെച്ചേക്കുവാണല്ലോ. അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്ത. ചർച്ച വന്നിരിക്കുന്നതിൽ ചിന്ത മൊത്തം എന്തോ? നാളത്തെ കാര്യം എങ്ങനെയാന്നുള്ള ഉപജീവന. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? ഭാരപ്പെട്ട് ഇങ്ങനെ പോകുമ്പോൾ നിനക്ക് ആ ദിവസം, ഏത് ദിവസം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ ദിവസം നിനക്കൊരു കെണിയാകരുത്. എല്ലാവരും എന്നോട് ഉണ്ടോ? ആ ദിവസം നിനക്കൊരു കെണിയാകാതിരിപ്പാൻ നീ സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്തിനാണ് പ്രാർത്ഥന? ആ ദിവസം നിനക്ക് നഷ്ടപ്പെടാതിരിപ്പാൻ. നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. യേശു വരും. അവന്റെ വരവെങ്കിൽ നീ കൈവിടപ്പെട്ടു പോകരുത്. നീ കൈവിടപ്പെട്ടു പോകാതിരിപ്പാൻ നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കി. ഹല്ലേലൂയ. നിങ്ങളെ ലൂക്കോസ് 19:41 തൊട്ടൊന്ന് വായിച്ചേ. പെട്ടെന്ന് അവൻ നഗരത്തിൽ സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിലുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു.
ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ നാല് പുറത്തും നിന്നെ ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇരിക്കുന്ന കാലം വരുന്നു. ഒന്ന് ശ്രദ്ധിച്ചേ, വായിച്ചോണ്ടിരിക്കല്ലേ. കഴുതക്കുട്ടിപ്പുറത്ത് കയറി വലിയ ആരാവാരമുള്ള ഹോശന്നായുടെ ആഘോഷത്തിൽ ഒരു രാജാവ് എഴുന്നള്ളി വരികയാണ്. ഇസ്രായേലിന്റെ വലിയ പ്രതീക്ഷ നിവർത്തിക്കാൻ പോകുകയാണ്. ചെറു കഴുതപ്പൊട്ടിപ്പുറത്ത് കയറി വരുന്ന രാജാവിനെ കണ്ട് മതിമറന്ന് ജനം ആരാധിക്കുകയാണ്. സെഖര്യാവിന്റെ പ്രവചനം നിവർത്തിക്കപ്പെടുന്നത് പോലെ അവർക്ക് തോന്നി. അവർ അന്തരീക്ഷം മറന്ന് ആലയം വരെ ഞെട്ടുന്ന ശബ്ദത്തിൽ ഓശാന പാടുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നേരം കഴുതക്കുട്ടിപ്പുറത്തിരിക്കുന്നവൻ മാത്രം കരയുവാ. ഇവിടെ നോക്കിയേ, നമ്മുടെ പ്രസംഗത്തിന്റെ ഇടയ്ക്ക് ഉറങ്ങുന്നത് പോലെ, ചിലർ ഉറങ്ങുമ്പോൾ എല്ലാവരും ഉണർന്നിരിക്കുന്ന പോലെ ഞാൻ പറയുമ്പോൾ ഉറങ്ങാൻ തോന്നുന്നുണ്ടെന്നാണ് എൻ്റെ ചിന്ത. കണ്ണടച്ചിരിക്കില്ല, നിങ്ങൾ ധ്യാനിക്കായിരിക്കും എൻ്റെ മെസ്സേജ് ശരിയാകാൻ. ഞാൻ ധ്യാനിച്ചേച്ച് വന്നതാ. അപ്പം എനിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണ്ട, ധ്യാനിക്കണ്ട, കണ്ണ് തുറന്നിരുന്നേ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ച്, ഞാൻ കണ്ണ് തുറന്ന് പ്രസംഗിക്കുന്ന ആളാണ്, കണ്ണടച്ച് പ്രസംഗിക്കുന്നുണ്ട്. അപ്പം നിങ്ങളും കണ്ണടച്ച് എന്ത് ചെയ്യണം? ഞാൻ കണ്ണ് തുറന്നു ഒരല്ലേ പറഞ്ഞ്. ഈ വലിയ ബഹളത്തിനിടയ്ക്ക് പുരോഹിതന്മാർ എന്ന് പറഞ്ഞു, ഇവന്മാരോട് മിണ്ടായിരിക്കാൻ പറ. എന്തൊരു ബഹളം, ഇങ്ങനെ കിടന്ന് ബഹളം വെക്കേണ്ട കാര്യമുണ്ടോ? എന്നെ കത്ത പറഞ്ഞ അവന്മാർ ബഹളം വെച്ചില്ലേ കല്ലുകൾ ബഹളം വെക്കും. നീ ഇവരെ മിണ്ടാതാക്കിയ കല്ലുകൾ എന്ത് ചെയ്യും? പക്ഷെ ഇതെല്ലാം നടക്കുമ്പോൾ ഒരാൾ കരയുക. ആരാണ്? യേശു. എന്റെ കൂടെ ഉണ്ടോ എല്ലാവരും? പ്രൈസ് ദി ലോർഡ്. യേശു അടുത്തൊരു 30 വർഷങ്ങൾക്ക് കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്നൊരു കാര്യം ആത്മാവിൽ കാണുക. വർത്തമാനകാലം അറിയാവുന്ന കർത്താവ്, ഭൂതകാലം അറിയാവുന്ന കർത്താവ് ഭാവികാലം കാണുകയാണ്. ജനമെല്ലാം കൂടെ യേശു രാജാവായി എഴുന്നള്ളുന്നത് കണ്ട് ഹോശാന പാടുമ്പോൾ, ഈ ദേവാലയത്തിന്റെ സൗന്ദര്യം കാണുമ്പോൾ, യേശു അത് കല്ലിന്മേ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് വീഴുന്നത് കാണുന്നു. ഒരു 3 ലക്ഷത്തിലധികം യഹൂദന്മാരെ നിർദാക്ഷിണ്യം തീത്തോസ് കൈസർ കൊല്ലുന്നത് കാണുന്നു. ഗർഭിണികളായ സഹോദരിമാരുടെ വയർ വാളുകൊണ്ട് പിളരുന്നത് കാണുന്നു. അകത്ത് കിടക്കുന്ന വാക്തത്വമുള്ള കുഞ്ഞുങ്ങളെ അരിയുന്നത് കാണുന്നു. രക്തം യെരൂശലേമിൽ കൂടെ ഒഴുകുന്നത് കാണുന്നു. തോടല്ല, രക്തം ഒഴുകുന്നു. അത് കുതിരകളുടെ കടിവാരം വരെ ഉയരുന്നു. ഇതെല്ലാം യേശു കഴുതക്കുട്ടിപ്പുറത്തിരുന്ന് കാണുകയാണ്. ഹലോ, നമുക്ക് ഇന്ന് രാത്രി 9 വരെയുള്ള അറിയാം. 9:30 കഴിഞ്ഞുള്ള കാര്യം അറിയാവുന്നവരാരുണ്ട് ഇവിടെ? പക്ഷെ യേശു നമ്മുടെ ഭൂതകാലം അറിയാം, ഇന്നലെ നീ ആരായിരുന്നു. വർത്തമാനകാലം അറിയാം, ഇന്ന് നീ ആരായിരിക്കുന്നു. നിന്റെ ഭാവി യേശുവിനറിയാം. ഹല്ലേലൂയ. ഇപ്പോൾ യേശു കരയുന്ന നയീനിലെ കൊച്ചന്റെ മരണം കണ്ടല്ല, ലാസറിന്റെ പെങ്ങളുടെ കരച്ചിൽ കണ്ടല്ല. ഇപ്പൊ കരയുന്നത് യേശുവിന് ഇപ്പോൾ ഒരു 33 വയസ്സ്. അടുത്ത 30 വർഷം കഴിഞ്ഞ് AD 65 സംഭവിക്കാൻ പോകുന്നൊരു കാര്യം ഇപ്പൊ കാണുക. കണ്ടിട്ട് പറയുക, നിന്റെ സന്ദർശനകാലം നീ അറിയാതെ പോയല്ലോ. നിന്റെ സന്ദർശനകാലം ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ്റെ മറവിൽ മറയ്ക്കുന്നത് പോലെ നിന്നെയും നിന്റെ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ആ ഓരോ സന്ദർശനവും നിന്നെ ഒന്ന് ചേർക്കാൻ ഞാൻ നോക്കിയതാ. ആ ആക്സിഡന്റ് എൻ്റെ സന്ദർശനമായിരുന്നു. ആ രോഗം എൻ്റെ സന്ദർശനമായിരുന്നു. ആ കടഭാരം എൻ്റെ സന്ദർശനമായിരുന്നു. ആ ബിസിനസ് പൊട്ടിയത് എൻ്റെ സന്ദർശനമായിരുന്നു. പക്ഷെ നിനക്ക് മനസ്സിലാകാൻ പിശാചെല്ലാം ആട്ടിത്തുപ്പി വിട്ടു. എല്ലാത്തിനെയും ആട്ടിവിടല്ല. എല്ലാം പിശാചല്ല, എല്ലാം പോരാട്ടമല്ല. ചിലതൊക്കെ എൻ്റെ ദൈവത്തിന്റെ സന്ദർശനമാ. നീ ഇന്ന് രാത്രി തിരിച്ചറിയണം.
എല്ലാം പോരാട്ടമല്ല. മനസ്സിലാകുന്നവർ ദൈവത്തെ ആരാധിക്കണം. ജീവിതത്തിന്റെ പ്രശ്നങ്ങളെല്ലാം പോരാട്ടമല്ല. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതൊക്കെ ചിലത് സന്ദർശനമായിരുന്നു കേട്ടോ. ഒന്ന് ഓർത്തു നോക്കിയേ, ആ സംഭവിച്ചത്, ആ അനർത്ഥം, ആ പ്രതികൂലം, ആ കഷ്ടത നിന്നെ ഒന്ന് അടുപ്പിക്കാൻ, നിന്നെ ഒന്ന് ചേർത്ത് നിർത്താൻ എന്റെ ദൈവത്തിന്റെ സന്ദർശനമായിരുന്നു. ഇപ്പോൾ യേശു കരയുക, നിന്റെ സന്ദർശനകാലം നീ അറിയാതെ പോയല്ലോ. ഹലോ, നിന്റെ സന്ദർശനകാലം നീ അറിയാതെ പോയല്ലോ. അതുകൊണ്ട് ആ ദിവസം നിനക്ക് ഒരു കെണി പോലെ വന്ന് ഭവിക്കാതിരിപ്പാൻ ഇന്ന് രാത്രി നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാനൊക്കെ അങ്ങനെ ചില സന്ദർശനം വന്നതുകൊണ്ടാ സ്റ്റേജിൽ നിൽക്കുന്നേ. ഹല്ലേലൂയ. നിന്നെ ഇന്നൊന്ന് ഒരുക്കിക്കൊണ്ട് വരാൻ ആ പ്രശ്നം, ആ പ്രശ്നത്തെ നശിപ്പിക്കാനല്ല, ആ പ്രശ്നം നിന്നെ യേശുവിനെ അടുപ്പിക്കാനാ. ഇന്ന് രാത്രി ഒന്ന് പറഞ്ഞ്, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കഷ്ടത, ഈ പ്രതികൂലം, ഈ പ്രതിസന്ധി, ഓ ഹല്ലേലൂയ, ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കുമല്ലോ. ആരാണ് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടാൻ പോകുന്നത്? ഒന്ന് രണ്ട് വാക്യം വായിച്ച് നമുക്ക് വേഗം നിർത്താം. ആ കൊരിന്ത്യ ലേഖനം 15:23, 15:23 വേഗം വായിക്കണം. ഓരോരുത്തരും താൻ തന്റെ നിലയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു. ആദ്യ ഫലം ക്രിസ്തു. പിന്നെ ക്രിസ്തുവിനുള്ളവർ. ആരാണ് കർത്താവിന്റെ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടുന്നത്? ആദ്യ ഫലം ക്രിസ്തു. പറഞ്ഞേ, ക്രിസ്തു. പിന്നെ ക്രിസ്തുവിനുള്ളവർ. ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. അല്ലാത്തവരാരും എടുക്കപ്പെടത്തില്ല. എന്നോട് പിണങ്ങല്ല, ക്ഷമിക്കണേ. ആരെ എടുക്കപ്പെടത്തുള്ളൂ? ക്രിസ്തുവിനുള്ളവർ. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ IPC കയറിവാ, ചർച്ചക്കോട് കയറിവാ, ന്യൂ ഇന്ത്യ കയറിവാ, ഇൻഡിപെൻഡന്റ് കയറിവാ ഒന്നും വിളിക്കത്തില്ല. ആരെ കയറിപ്പോത്തുള്ളൂ? ആദ്യഫലം ആരാ? ക്രിസ്തു. പിന്നെ ആരാ? ക്രിസ്തുവിനുള്ളവർ. ആരാണ് ക്രിസ്തുവിനുള്ളവർ? ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. ക്രിസ്തുവേശുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളെ. ക്രിസ്തുവിലുള്ളവന്റെ ഒന്നാമത്തെ ക്വാളിറ്റി, അവന്റെ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചവനാ. ഒരല്ലേലൂയ പറയാം. ക്രിസ്തുവിനുള്ളവന്റെ ഒന്നാമത്തെ യോഗ്യത അവന്റെ ജഡം ക്രൂശിക്കപ്പെട്ടത്. ഉപവാസ പ്രാർത്ഥന നിന്റെ ജഡത്തെ ഇങ്ങനെ ക്രൂശിക്കുകയാണ്. ഞാൻ നിത്യേന മരിക്കുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. ഉലകത്തിൽ ആരെയും പേടിയില്ലാത്തൊരു അപ്പോസ്തലനായിരുന്നു പൗലോസ്. ഫെലിക്സിന്റെ മുമ്പിൽ പ്രൈസ് ദി ലോർഡ് താൻ പറയുകയാണ്, ഞാൻ ധരിച്ചേക്കുന്ന ഈ ചങ്ങല ഒഴിച്ച് നീ സഹിതം എന്നെ പോലെ യേശുവിന്റെ പൈതലാകണമെന്ന എന്റെ ആഗ്രഹം എന്ന് പറയാൻ തൻ്റെ ഇടമുള്ളവൻ. കാട്ടിലെ ആപത്ത് പേടിയില്ല, കരയിലെ ആപത്ത് പേടിയില്ല, കൂട്ടു സഹോദരന്മാരുള്ള ചതിവ് പേടിയില്ല, കടലിലെ ആപത്ത് പേടിയില്ല, കപ്പൽ ഛേദം പേടിയില്ല, 14 ദിവസം സൂര്യചന്ദ്രന്മാരെ കണ്ടില്ലേ പുള്ളിക്ക് പേടിയില്ല, പാമ്പ് കൊത്തിയ പേടിയില്ല. ആകെ പേടിച്ചത് ഞാൻ നിങ്ങളെ ക്രിസ്തുവെന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായിട്ട് ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഉപായത്താൽ സർപ്പം ഹവ്വയെ ചതിച്ചതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവേശുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഇപ്പൊ പൗലോസ് ഒറ്റ കാര്യമേ ഭയപ്പെട്ടുള്ളൂ. മെലിത്യാദ്വീപിലെ പാമ്പിനെ അല്ല. രക്ഷിക്കപ്പെട്ട നീ നിർമ്മലത വിട്ടുപോമോ? ഏകാഗ്രത വിട്ടുപോമോ? ചതിക്കപ്പെടുമോ? ഒരല്ലേലൂയ പറയണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്തെല്ലാം സംഭവിച്ചാലും ഉപായത്താൽ ചതിക്കപ്പെട്ട ഹവ്വയ്ക്ക് പറ്റിയത്
എനിക്ക് പറ്റത്തില്ലെന്ന് എത്ര പേർക്ക് ഉറപ്പ് പറയാൻ കഴിയും? ഹല്ലേലൂയ. ഏതു വിധേനയും നിന്നെ വഞ്ചിക്കാൻ, നിന്നെ നിർമ്മലത കളയാൻ ദുഷ്ടപിശാച് സകല അടവുമെടുക്കുമ്പോൾ നിന്റെ നിർമ്മലത നഷ്ടപ്പെട്ടു പോകാതെ. ഓ റിഗലബലബലബസ്. ഹല്ലേലൂയ. ആരാണ് ക്രിസ്തുവിനുള്ളവര്? ജഡത്തെ ക്രൂശിച്ചവര്. ആരാണ് ക്രിസ്തുവിനുള്ളവര്? ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. ക്രിസ്തുവേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊണ്ട് വിവരിക്കുന്നില്ല. ഇവിടെ ശ്രദ്ധിച്ച് വായിക്കാൻ സമയമില്ലല്ലോ. ക്രിസ്തുവേശുവിന്റെ ഭാവമുള്ളവരാകുക. എന്നെ ഒന്ന് ശ്രദ്ധിച്ച എല്ലാവരും. ആരാകുക? മുഖത്ത് കാർക്കിച്ചു തുപ്പിയിട്ട്, കുടലുകൊണ്ട് ആ രോമം പിഴുതു പറിച്ചിട്ട്, കോലുകൊണ്ട് ആ മുഖത്തടിച്ചവനെ നോക്കിയിട്ട് പറയാണ്, പിതാവേ, ഇവൻ അറിയാതെ ചെയ്യുക. ഞാൻ ആരാണെന്നോ നീ ആരാണെന്നോ ഈ അടിക്കുന്നവന് മനസ്സിലായിട്ടില്ല. അവൻ അറിയാതെ ചെയ്യുക. അവനോടങ്ങ് ക്ഷമിക്കണം. ഹലോ, എന്താ ക്രിസ്തുവേശുവിന്റെ ഭാവം? പ്രൈസ് ദി ലോർഡ്. സ്വർഗാദി സ്വർഗങ്ങൾ ഒതുങ്ങാത്ത തേജസ് ധരിച്ചവൻ, സ്വർഗത്തെക്കാൾ ഉന്നതൻ, താൻ മാത്രം അമർത്യതയുള്ളവൻ, തേജസ്സിന്റെ പ്രഭ, തത്വത്തിന്റെ മുദ്ര. അവൻ വസ്ത്രം അരിച്ചു വെച്ച് തോർത്തെടുത്തു. എന്നിട്ട് മീൻ പിടിക്കുന്ന മുക്കുവനായ പത്രോസിന്റെ കാല് കഴുകി. ക്രിസ്തുവേശുവിന്റെ ഭാവം. ഹലോ, ആരാ കാല് കഴുകിയേ? സാക്ഷാൽ ദൈവമായിരുന്നവൻ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ സാധാരണക്കാരനായവന്റെ കാലെന്ത് ചെയ്തു? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒറ്റിക്കൊടുക്കാൻ ലാസ്റ്റ് മൊമെന്റ് കൈയിരിക്കുന്ന അപ്പം മേടിച്ച് തിന്നുകൊണ്ട് പോകരുത്. എന്നാൽ ഇവനത് തിന്നാതെ പോകണ്ടേ? പെസഹായുടെ അപ്പം മേടിച്ച് യേശു ചാറ് മുക്കിയതിനകത്ത് അവനും ചെയ്തു. അവന്റെ അപ്പം അതിനകത്ത് മുക്കിയേ. എന്നോടുകൂടെ ചാറിൽ കരം അപ്പം മുക്കുന്നവൻ എന്നേരം വിളിച്ചു, സ്നേഹിത, നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യും. എന്നേരം വിളിച്ച് എന്തുവാ? സ്നേഹിത. ഉമ്മ വെക്കാൻ നേരത്തെ ചോദിച്ചു, സ്നേഹിത, ഒരു ചുംബനത്താലോ നീ എന്നെ ഒറ്റിക്കൊടുക്കുന്നത്? ഇന്നലെ എല്ലാം വിളിച്ച പേരെന്തുവാ? സ്നേഹിത. കർത്താവ് ആ ഭാവം നമ്മക്കൊണ്ടോ? തള്ളി പറഞ്ഞു, മുടി പിച്ചി പറിച്ചു, പ്രാഗി, ആണയിട്ടു. ആര്? പത്രോസ്. അവനെ വിളിക്കാണ്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുകൊണ്ട്. ഇത്രയും അപമാനിച്ചോന്റെ അടുക്കൽ ആരെങ്കിലും കൂട്ടാൻ പോകുമോ? അല്ല, എനിക്ക് മനസ്സിലാക്കാൻ ചോദിക്കുക. ഈ തൂപ്പുകാരി പെണ്ണുമ്പിള്ള ചോദിക്കുകയാണ്, നീ ആ യേശുവിൻ്റെ കൂടെ ഉള്ളവനല്ലേ? നീ ആ ഡെലിവറൻസിൽ പോകുന്ന ആളല്ലേ? ഡെലിവറൻസോ യേശു അതാരാ? പത്രോസ് ചോദിക്കുക, അത് ഞാൻ അങ്ങനെ പേര് പോലും. പ്രൈസ് ദി ലോർഡ്. അവള് പറഞ്ഞല്ല, നീ അവൻ്റെ കൂടെ ഉള്ളവനാ. ഉടനെ പറയണ, ഈ നശിച്ച കാലം കാരണം തീ കായാൻ പോലും ഒക്കത്തില്ല. അവൻ തലേ കൈവച്ച് പ്രാഗി എന്നാണ്. എന്തായിരിക്കും പ്രാഗിയെ? ഈ ഒരു മനുഷ്യൻ കാരണം തീ കായാൻ പോലും. ഹലോ, മനസ്സിലാക്കുന്നുണ്ടോ? അവൻ്റെ ഇടയ്ക്ക് രാവിലെ വന്നേക്ക വെളുപ്പിനെ, നേരം പരാ വെളുത്തു വരുന്നേ ഉള്ളൂ. നേരം വെളുപ്പിനെ കടൽക്കര വന്നു, കുഞ്ഞുങ്ങളെ. ഓ, എന്തൊരു വിളിയാ, കുഞ്ഞുങ്ങളെ. ഓ ഹല്ലേലൂയ. ക്രിസ്തുവേശുവിലെ ഭാവം. നമ്മളാണെ പറഞ്ഞതിനെ പോയാൽ പോട്ടെ, ആ കടക്കനിട്ടോ പോയാൽ കുടുക്കനിട്ടോ വന്നോളൂ. നമുക്കിവിടെ 3.5 കോടി ജനമുണ്ടല്ലോ കേരളത്തിൽ. ഓസ്ട്രേലിയ മൊത്തം കൂടെ പുറക്കിയാൽ 3 കോടിയില്ല. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെ എത്ര ഉണ്ട്? 140 കോടി ജനം നമ്മുടെ ഇന്ത്യയിലുണ്ടല്ലോ. അപ്പോൾ ഒരുത്തൻ പോയാൽ അവൻ്റെ പോക്കിന് ഇപ്പം അവൻ്റെ പുറകെ കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് പോകേണ്ട കാര്യമൊന്നും. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങളെല്ലാവരും? എടുക്കപ്പെടണമെങ്കിൽ
ഇനി സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ ആഗമനവും സംബന്ധിച്ച് ക്രിസ്തുവേശുവിലെ പാപമുള്ളവരായിരിക്കണം. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടെ ക്രൂശിച്ചവനായിരിക്കണം. ഹോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിഭക്ഷണത്താലും ഉപജീവന ചിന്തകളാലും ഇങ്ങനെ ഭാരപ്പെട്ടിട്ട് നീ പ്രാർത്ഥനാ സമയം കളയാതെ നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട വിഷയം, കർത്താവേ, ഇന്ന് രാത്രി ഞാൻ മരിച്ചാലും എടുക്കപ്പെടാൻ തടസ്സമായിട്ട് ഇനി എന്തെങ്കിലും എന്നിലുണ്ടെങ്കിൽ ഈ 18ാമത്തെ രാത്രിയിൽ എന്നെ ഒന്നുകൂടെ ഒന്ന് കഴുകണമേ, ഒന്നുകൂടെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ഓ, ഏറ്റെടുക്കുന്നവര് മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി ഒരു തേജസ് നിന്റെ മേൽ വ്യാപരിക്കട്ടെ. എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവൻ അല്ല. അപ്പൊ ക്രിസ്തുവിലുള്ളവനാകണമെങ്കിൽ എന്തു വേണം? ആത്മാവിനെ വേണം. ഏതാത്മാവ്? യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങളെയും അവന്റെ വരവെങ്കിൽ അവനോടുകൂടെ ഉയർപ്പിക്കും. അപ്പൊ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ നിന്നിൽ എന്തോ വേണം? യേശുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവിനെ വേണം. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും കുഞ്ഞുങ്ങളെ എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടെ കൈയടിപ്പിക്കാനല്ല, എടുക്കപ്പെടാനാ. ഹല്ലേലൂയ. നിനക്ക് ആത്മാവിനെ പ്രാപിച്ചെങ്കിലേ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരും. അവൻ വരുമ്പോൾ നമ്മുടെ ഈ മർത്യ ശരീരങ്ങളെ, ഓ ഹല്ലേലൂയ, ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരു രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ, ഒരു തേജസ് പ്രാപിക്കണമെങ്കിൽ, ഒരു നല്ല ഉയർപ്പ് പ്രാപിക്കണമെങ്കിൽ, ഞാൻ വാക്യങ്ങൾ വായിപ്പിക്കുന്നത് നിർത്തി പ്രാർത്ഥിക്കാൻ പോകുക. ഒറ്റ കാര്യം പറഞ്ഞു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവര് മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അല്ലാതെ ചത്തോരെല്ലാം കൂടെ ഉയർക്കുമെന്നല്ല. ക്രിസ്തുവിൽ മരിച്ചവര് മുമ്പേ ഉയർക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. എല്ലാരും പറഞ്ഞേ, മേഘങ്ങളിൽ എടുക്കപ്പെടും. നമ്മളെ കൊണ്ടുപോകുന്ന വണ്ടിയുടെ പേരാണ് മേഘം. എന്താണ് മേഘം? എൻ്റെ മേഘത്തിന്റെ പേര് ഐക്ലൗഡ്. എന്താണ് പറഞ്ഞെല്ലാവരും? അതിനകത്താണ് എൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് വെച്ചേക്കുന്നത്. ഇപ്പം എൻ്റെ ഐഫോൺ നഷ്ടപ്പെട്ടാൽ വിഷമിക്കുകയൊന്നും വേണ്ട. ഞാൻ ഐഫോണിൻ്റെ കമ്പനി ചെയ്ത് കടയിൽ ചെല്ലുന്നു, എൻ്റെ നമ്പർ പറയുന്നു, അത് വെള്ളത്തിൽ വീണ് പോയി, സാധനം നഷ്ടപ്പെട്ടു, എൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് അതിൽ കിടക്കുക. അവർ പറയും വിഷമിക്കുകയൊന്നും വേണ്ട. അവരത് മുഴുവൻ കമ്പ്യൂട്ടറിൽ കൂടെ എന്ത് ചെയ്യും? തിരിച്ചെടുത്തിട്ട് പുതിയ ഫോണിൻ്റെ പൈസ കൊടുത്താൽ മതി, അതിനകത്താക്കി നമുക്ക് തരും. സ്തോത്രം. അപ്പം ഞാൻ ഡിലീറ്റ് ചെയ്തതൊക്കെ അതിനകത്ത് കിടക്കും. അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റോറേജ് കൂടുമ്പോൾ അതല്ലേ എൻ്റെ മേഘത്തിൽ സൂക്ഷിക്കാം. ഇവിടെ സ്റ്റോറേജ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യാം? മേഘത്തിലോട്ട് സൂക്ഷിക്കാം. ആ മേഘമാണ് എന്നെ പൊതിയാൻ വരുന്നത്. അപ്പോൾ അച്ഛൻ അറിയാതെ ഡിലീറ്റ് ചെയ്തതും ആ മേഘത്തിലുണ്ട്. അമ്മാമ്മ അറിയാതെ ഡിലീറ്റ് ചെയ്തതും ആ മേഘത്തിനകത്ത് ഉണ്ട്. എത്ര ഹാർട്ടിൻ്റെ പടം വിട്ടു, എത്ര ഗുഡ് നൈറ്റ് പറഞ്ഞു, എത്ര ഗുഡ് മോർണിംഗ് പറഞ്ഞു, ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഇവിടെ ഡിലീറ്റ് ആകും, അവിടെ ഡിലീറ്റ് ആകത്തില്ല. എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? ഇവിടെ ഡിലീറ്റ് ആകും, അവിടെ ആകത്തില്ല. മേഘത്തിൽ സ്റ്റോറേജ് അല്ലേ? ആ മേഘമാണ് ഇറങ്ങി വന്നിനെ എന്ത് ചെയ്യുന്നേ? പൊതിയുന്നേ. എൻ്റെ കൂടെ ഉണ്ടോ? അപ്പൊ പിന്നെ സാക്ഷി വേണ്ട. അതിനകത്ത് മൊത്തം കാര്യം ഉണ്ടല്ലോ, ഒന്നും മിണ്ടുന്നില്ല.
നിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഉള്ള മേഘമാണ് നിന്നെ വന്ന് പൊതിയുന്നത്. അതിനകത്ത് നിന്റെ മുഴുവൻ കാര്യമുണ്ട്. മേഘം തുറക്കുമ്പോൾ നിന്റെ കാര്യം മുഴുവൻ ഇങ്ങനെ AI വരുന്ന പോലെ ഇനി വരും. സ്തോത്രം പറഞ്ഞില്ല. അതിന് മേഘത്തിലെടുക്കുമെന്ന് എങ്ങനെ തെളിവ്? മറുമലയിൽ യേശു രൂപാന്തരപ്പെട്ടു. രൂപാന്തര മലയിൽ മോശയും ഏലിയാവും ഇറങ്ങി വന്നു. മോശ മരിച്ചടക്കപ്പെട്ടവരുടെ മുഴുവൻ പ്രതിനിധിയാണ്. ഏലിയാവ് മരിക്കാതെ എടുക്കപ്പെടുന്നവരുടെ മുഴുവൻ പ്രതിനിധിയാണ്. 2 ഗ്രൂപ്പിന്റെ ലീഡേഴ്സാണ് വന്നേക്കുന്നത്. ഒന്ന് മരിച്ചടക്കപ്പെട്ടവന്റെ പ്രതിനിധി, 2 മരിക്കാതെ എടുക്കപ്പെടുന്നവന്റെ പ്രതിനിധി. പെട്ടെന്ന് പത്രോസ് നമ്മുടെ യോഗത്തിൽ നിന്ന് ഉറക്കമുണർന്നു. ഉടനെ നോക്കിയപ്പോൾ 3 പേരിരിക്കുന്നു. ഏലിയാവ് ഇരിക്കുന്നു, മോശ ഇരിക്കുന്നു, യേശു ഇരിക്കുന്നു. ഭൂമിയിൽ അലക്കാനും അലക്കി വെളുപ്പിക്കാൻ കഴിയാത്ത തേജസ്. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ പത്രോസ് പറഞ്ഞു 3 വീട് ഇപ്പം തന്നെ വെച്ചേക്കാം. ഇന്നലെ പുള്ളി ടാക്സ് അടയ്ക്കാൻ നിവൃത്തിയില്ല, ഞെട്ട് മീനെ പിടിച്ച ടാക്സ് അടച്ച്. ആ പുള്ളി ഇപ്പം പറയാം 3 വീട് എന്ത് ചെയ്തേക്കാം. ഉറക്കപ്പിച്ചിൽ എന്തെങ്കിലും പിടിച്ച് പറയാം, അതെല്ലാം കൂടെ നമ്മൾ കുറിച്ച് വെക്കല്ലേ. സ്തോത്രം. 3 വീട് ഇപ്പം തന്നെ വെച്ചേക്കാം. പെട്ടെന്നൊരു മേഘം വന്നു. എൻ്റെ കൂടെ ഉണ്ട് എല്ലാവരും. പെട്ടെന്നൊരു മേഘം വന്നു. മേഘത്തിൽ ഏലിയാവും മറഞ്ഞു, മോശയും മറഞ്ഞു. പിന്നെ യേശുവിനെ മാത്രമേ കണ്ടുള്ളൂ. മരിച്ചവരുടെ പ്രതിനിധി മേഘത്തിൽ മറഞ്ഞു, മരിക്കാതെ എടുക്കപ്പെട്ടവന്റെ പ്രതിനിധി മേഘത്തിൽ മറഞ്ഞെങ്കിൽ ഇനിയും കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും, ഓ ഹല്ലേലൂയ, മുമ്പേ മരിച്ചവർ ഉയർക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നമ്മൾ രൂപാന്തരപ്പെടുകയും. എന്താ രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ? ഈ ശരീരം മാംസവും രക്തവും ഉള്ളതാ. ഈ ശരീരം ഉരിഞ്ഞിടും. ഞാനൊരു രൂപാന്തര ശരീരം പ്രാപിക്കും. അപ്പോൾ മരിച്ചുപോയ കർത്താവിൽ മരിച്ചവൻ ഉയർക്കും. അവൻ ഉയർപ്പിന്റെ ശരീരം പ്രാപിക്കും. 1 ഉയർപ്പിന്റെ ശരീരം, 2 രൂപാന്തര ശരീരം. 1 രൂപാന്തര ശരീരം, 1 ഉയർപ്പിന്റെ ശരീരം. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ ഈ ഉയർത്തോൻ പാതാളത്തെ നോക്കി വെല്ലുവിളിക്കും. കഴിഞ്ഞ 50 വർഷം എന്നെ പൂട്ടി വെച്ചല്ലേടാ. ഹേ പാതാളമേ, നിന്റെ വിഷമുള്ള എവിടെടാ. സ്തോത്രം. ഉടനെ രൂപാന്തരപ്പെട്ട ഞാൻ പറയും, ഹേ മരണമേ, നീ എന്നെ കൊല്ലുകൊല്ലെന്ന് പറഞ്ഞില്ലേ, നിന്റെ വിഷമുള്ളവിടെ. ഓ നല്ല ഹല്ലേലൂയ പറയണം. ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ. ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ. ഓ ഹല്ലേലൂയ. പെട്ടെന്ന് ഒരു മേഘം എന്നെ എന്ത് ചെയ്യും? എന്തിനാണെന്നറിയാമോ? മോശെ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ പൈശാചിക ശക്തിയെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുപോകാൻ വരട്ടെ. പുള്ളി ഇപ്പം വിശുദ്ധനാണ്. ചെങ്കടൽ വിഭജിച്ചു, നൈൽ നില വെള്ളം രക്തമാക്കി, പിന്നെ ഇസ്രായേലിനെ ഇവിടെ വെച്ച് പാറയിൽ നിന്ന് വെള്ളം ചാടിച്ചൊക്കെ ശരിയാണ്. എങ്കിലും പുള്ളി 40 വർഷം മുമ്പുള്ള വേറൊരു കഥയുണ്ടല്ലോ. കൊണ്ടുപോകാൻ വരട്ടെ. ഈ പുള്ളി ഒരാളെ ഒറ്റയടിക്ക് കൊന്നതല്ലേ? തിക്കും പക്കം നോക്കി ആരും കണ്ടു നടപ്പം മണ്ണ് മാതി കുഴിച്ചിട്ടല്ലേ? അതിന്റെ സമാനം പറ. കൊണ്ടുപോകാൻ വരട്ടെ. ഹലോ, പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ ദേഷ്യം തിരുവോണം പാറക്കിട്ട് അടിച്ചല്ലേ? അതിന്റെ കാര്യം പറ. നീ കൊടുത്ത പ്രമാണം എറിഞ്ഞോടിച്ച് പൊട്ടച്ചു കളഞ്ഞല്ലേ? അതിന്റെ മറുപടി പറ. അങ്ങനെ ചാടിയം കൊണ്ടുപോകാൻ വരട്ടെ. ഹലോ, മോശയുടെ ശരീര സംബന്ധമായി ഇവൻ വാദിച്ചു. ഇപ്പൊ PC ചെറിയാനെ കൊണ്ടുപോകാൻ വരുമ്പോ PC ചെറിയാനാന്ന് അറിഞ്ഞാൽ ഇവൻ പറയും 24 വർഷത്തിന് മുമ്പ് ഒരു കഥയുണ്ടല്ലോ. ഇപ്പം പുള്ളി ഇങ്ങനെ വെള്ളയും ഇട്ട് നിന്നാലും. ഹലോ, അപ്പൊ എന്റെ ഇന്നലകളെ ചൂണ്ടി എന്റെ മേഘപ്രദേശം തടയാതിരിക്കാൻ എന്നെ മേഘം പൊതിഞ്ഞാ പിന്നെ അകത്ത് PC ആന്ന് ആർക്കും അറിയത്തില്ല. ഹലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മേഘത്തിനകത്ത് നീയാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. അതിനകത്ത് നിന്നെ പൊതിഞ്ഞാ പിന്നെ പിശാചിന് നിന്നെ തടയാനൊക്കത്തില്ല. ഓ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അവൻ നോക്കുമ്പോ ഇങ്ങനെ പുകന്ന് മേഘം പോകുന്നു. അതിനകത്ത് ബിജു പാസ്റ്ററാണോ, രാജു മേത്രയാണോ, PC ചെറിയാനാണോ, ബാബു ചെറിയാനാണോ, ആരാന്നൊരു പിടിയും കിട്ടത്തില്ല. മേഘമല്ലേ പൊങ്ങുന്നേ? ഈ ദിവസങ്ങളിലൊന്നിൽ മേഘങ്ങൾ പൊങ്ങും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒരു പക്ഷേ ഉപവാസം തീരും മുമ്പേ
ഓ ധീര മന ധര ധര ജന രഗത മനപരവശ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ മേഘങ്ങൾ റെഡിയാ. മേഘങ്ങൾ റെഡിയാ. ചേർക്കന്റെ വീട് റെഡിയാ. കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങൾക്കൊരു വീടൊരുക്കാൻ, നീ പോകാൻ റെഡിയാണോ? 18ാമത്തെ രാത്രിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഏറ്റുപറഞ്ഞ് അനുദപിച്ച് നീ ഇന്ന് രാത്രി വിശുദ്ധി തികച്ച് നിർമ്മലത പ്രാപിച്ച് ഏതു സമയത്തും എടുക്കപ്പെടാൻ നീ അകം കൊണ്ട് ഒരുക്കപ്പെടട്ടെ. ഇന്ന് രാത്രി കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും. ഓ വിശ്വസിക്കുന്നവർ കണ്ണിമയ്ക്കുന്ന നേരം കൊണ്ട്, ഞൊടി നേരം കൊണ്ട്, ഓ നമ്മളിവിടുന്ന് ഉയരാൻ പോകുകയാണ്, പറക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് രാത്രി ആ കരമൊന്ന് ചേർത്തടിച്ച് ഓ ശിവരബലബലബസ്.